കത്തോലിക്ക തിരുസഭ കഴിഞ്ഞ കുറേ നാളുകളായി പരിശുദ്ധ അമ്മയെ രാജ്ഞി എന്ന് വിളിക്കുന്നുണ്ട്. ഓരോ കത്തോലിക്കനും അവൻ്റെ വീട്ടിൽ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പം പരിശുദ്ധ അമ്മയെ രാജ്ഞി, മാലാഖമാരുടെ രാജ്ഞി, പൂർവ്വപിതാക്കന്മാരുടെ രാജ്ഞി എന്നൊക്കെ പറഞ്ഞ് അഭിസംബോധന ചെയ്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. എവിടെ നിന്നാണ് ഈ രാജ്ഞി എന്നുള്ളൊരു ടൈറ്റിൽ പരിശുദ്ധ അമ്മയ്ക്ക് കിട്ടിയത്? ഇത് ശരിക്കും പരിശുദ്ധ കത്തോലിക്ക സഭ പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹം കൂടിപ്പോയതുകൊണ്ട് ഏറ്റവും നല്ലൊരു ടൈറ്റിൽ ഇതാണ് എന്ന് വിചാരിച്ച് കൊടുത്തതാണോ? അതോ നമ്മൾ ഓരോരുത്തരും നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ അമ്മയോട് വലിയ സ്നേഹമായതുകൊണ്ട് അമ്മയെ ഒരു മനുഷ്യ സ്ത്രീ എന്നൊന്നും വിളിച്ചാൽ പോരാ, ഒരു രാജ്ഞിയായിട്ട് തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ കൊടുത്തതാണോ? അപ്പോൾ ഇതിനെക്കുറിച്ചുള്ളൊരു അന്വേഷണമാണ് നമ്മൾ ശരിക്കും നടത്താനായിട്ട് പോകുന്നത്. മറിയത്തെ രാജ്ഞി എന്ന് വിളിക്കുന്നത് വിശുദ്ധ ഗ്രന്ഥ അധിഷ്ഠിതമാണോ, അല്ലെങ്കിൽ എവിടെ നിന്നാണ് സഭയ്ക്ക് മറിയത്തെ രാജ്ഞി എന്ന് വിളിക്കാനുള്ള, അല്ലെ ഓരോ വിശ്വാസിക്കും രാജ്ഞി എന്ന് വിളിക്കാനുള്ള അധികാരം കിട്ടിയത്? ആ അധികാരത്തിൻ്റെ അടിസ്ഥാനം വിശുദ്ധ ഗ്രന്ഥമാണോ അതോ വെറും നോർമൽ പൈറ്റി മാത്രമാണോ? അച്ഛൻ 10 തെളിവുകളാണ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാനായിട്ട് പോവുക. അപ്പോൾ ഈ 10 തെളിവുകൾ അച്ഛൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുമ്പം ഇത് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മൾ 5 കാര്യത്തിൽ എഗ്രി ചെയ്യണം. അങ്ങനെ എഗ്രി ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു യാത്ര മുമ്പോട്ട് സുഗമമാവുള്ളൂ. ഓക്കെ, നമ്മളുടെ 5 പ്രിൻസിപ്പിൾസ്, നമ്മളെല്ലാവരും എഗ്രി ചെയ്യേണ്ട പ്രധാനപ്പെട്ട 5 പ്രിൻസിപ്പിൾസ് ആണ് അച്ഛൻ ഇപ്പം നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. അതിൽ ഒന്നാമത്തെ പ്രിൻസിപ്പിൾ ഇതാണ്: ജീസസ് ഈസ് ദ അൾട്ടിമേറ്റ് കിങ്, ആബ്സല്യൂട്ട് കിങ്. ഈശോയാണ് നിത്യനായ രാജാവ്, എന്നും നിലനിൽക്കുന്ന രാജാവ് ഈശോയാണ്. ഇനി ഇതിൻ്റെ രണ്ടാമത്തെ പില്ലർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈശോ വെറും രാജാവല്ല, ഈശോ ഡേവിഡ് കിങ്ഡത്തിലെ രാജാവാണ്. അതായത് ദാവീദിന് ദൈവം നൽകിയ വാഗ്ദാനം പൂർത്തിയാക്കിയാണ് ഈശോ ശരിക്കും രാജാവാകുന്നത്. അപ്പം ഡേവിഡ് കിങ്ഡത്തിലെ രാജാവാണ് ഈശോ എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അത് പഴയ നിയമത്തെക്കുറിച്ചാണ്. പഴയ നിയമം പുതിയ നിയമത്തിൽ വെളിവാക്കപ്പെടുന്നു, പുതിയ നിയമം പഴയ നിയമത്തിൽ ഒളിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇതാണ് പഴയ നിയമം പുതിയ നിയമം തമ്മിലുള്ള ബന്ധം. അപ്പോൾ നമ്മളൊരു പഴയ നിയമത്തെ ഒരിക്കലും ഐസൊലേറ്റ് ചെയ്തല്ല എടുക്കുന്നത്, അല്ലെ പുതിയ നിയമത്തെ മാത്രം ഐസൊലേറ്റ് ചെയ്തല്ല എടുക്കുന്നത്. പുതിയ നിയമത്തിലെ പല കാര്യങ്ങളുടെയും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കിടക്കുന്ന പഴയ നിയമത്തിലാണ്, അല്ലെ പഴയ നിയമത്തിലെ പല കാര്യങ്ങളും പൂർത്തിയാവുന്നത് പുതിയ നിയമത്തിലാണ്. ഇനി നാലാമത്തെ കാര്യം, അത് ഈ പഴയ നിയമവും പുതിയ നിയമവും തമ്മിൽ എങ്ങനെ മനസ്സിലാക്കാം, എങ്ങനെ വ്യാഖ്യാനിക്കാം? അതിനുവേണ്ടി സഭാപിതാക്കന്മാർ ഉപയോഗിക്കുന്ന മെത്തേഡാണ് ടൈപ്പോളജി എന്ന് പറയുന്ന മെത്തേഡ്. അതായത് പഴയ നിയമത്തിലെ പല കാര്യങ്ങളും കാണുന്നത് അത് ടൈപ്പാണ്, അതിൻ്റെ ആൻറ്റി ടൈപ്പ് ഉള്ളത് പുതിയ നിയമത്തിലാണ്. ഈ പഴയ നിയമത്തിലെ ടൈപ്പുകൾ പൂർത്തിയാവുന്നത് പുതിയ നിയമത്തിലാണ്. ഒരു ഉദാഹരണം പറയാം. പഴയ നിയമത്തിൽ പെസഹ കുഞ്ഞാടുണ്ട്, അതൊരു ടൈപ്പാണ്. അതിൻ്റെ പുതിയ നിയമത്തിൻ്റെ പൂർത്തീകരണം എന്ന് പറയുന്നത് ഈശോയാകുന്ന പെസഹ കുഞ്ഞാടാണ്. ഇനി അഞ്ചാമത്തെ കാര്യം, പരിശുദ്ധ അമ്മയ്ക്ക് അല്ലെ വിശുദ്ധർക്കൊക്കെ കൊടുക്കുന്ന മഹത്വത്തെ അല്ലെ അവരെ ബഹുമാനിക്കുന്നതിനെ കുറിച്ചാണ്. ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പരിശുദ്ധ അമ്മയോ അല്ലെ വിശുദ്ധരെയൊക്കെ ബഹുമാനിക്കുമ്പം ഒരിക്കലും ഈശോയുടെ ഗ്ലോറിയെ നമ്മൾ കവർന്നെടുക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് ഈ സാധാരണ മനുഷ്യർക്ക്, ക്രിയേറ്റഡ് ആയിട്ടുള്ള ഈ മനുഷ്യർക്ക് ഇത്രയധികം ഗ്ലോറി നൽകിയ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഈ 5 പില്ലേഴ്സ് വെച്ചിട്ട് ഇതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് ശരിക്കും നമ്മൾ നമ്മുടെ ഇനിയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. പിന്നെ 10 കാരണങ്ങൾ എന്തുകൊണ്ടാണ് പരിശുദ്ധ അമ്മയെ രാജ്ഞി എന്ന് വിശുദ്ധ ഗ്രന്ഥം വിളിക്കുന്നതിൻ്റെ 10 കാരണങ്ങളാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. അങ്ങനെയുള്ളവരെ പരിശുദ്ധ അമ്മ രാജ്ഞിയാണോ എന്ന് നമ്മൾ ചിന്തിക്കുന്നതിൻ്റെ ഒന്നാമത്തെ അടിസ്ഥാനത്തിലേക്ക്, പ്രധാനപ്പെട്ട വിശുദ്ധ ഗ്രന്ഥ അടിസ്ഥാനത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ഇതാണ് ഹിഞ്ച്. ഈ ഒരു പ്രധാനപ്പെട്ട അടിസ്ഥാനത്തിലാണ് ബാക്കിയുള്ള നമ്മുടെ എല്ലാ പോയിന്റുകളും വരുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ബിബ്ലിക്കൽ ട്രഡീഷൻ മനസ്സിലാവും, പരിശുദ്ധ അമ്മയെ എന്തുകൊണ്ടാണ് നമ്മൾ രാജ്ഞി എന്ന് വിളിക്കുന്നതെന്ന് മനസ്സിലാവും. ഒന്നാമത്തെ അടിസ്ഥാനം ഇതാണ്. സ്നേഹമുള്ളവരെ, നമ്മൾ ഈശോയെ രാജാവെന്ന് വിളിക്കുന്നു. നമ്മൾ ആ ഒരു പ്രമിസ് ഓൾറെഡി നമ്മൾ അംഗീകരിച്ചാണ്. ഈശോയെ രാജാവെന്ന് വിളിക്കുന്നു. ഇനി ഈശോ രാജാവ് മാത്രമല്ല, ഈശോ ഡേവിഡ് കിങ് ആണ്. അതായത് ദാവീദിൻ്റെ വംശത്തിൽപ്പെട്ട രാജാവാണ്. ദാവീദിൻ്റെ ലൈനാണ് ഈശോ പോരുന്നത്. ഈശോ രാജാവായിട്ട് മാറുന്നു. അപ്പോൾ ഈശോ രാജാവാണ്, ഈശോ ഡേവിഡ് കിങ് ആണ്. അങ്ങനെ ഈശോ ഡേവിഡ് കിങ് ആണെങ്കിൽ ഇതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ നമ്മൾ ദാവീദിൻ്റെ കാര്യം എടുക്കുമ്പോൾ ദാവീദ് മരിക്കുന്നു. ദാവീദ് മരിച്ചതിന് ശേഷം സോളമനെ രാജാവാക്കുന്നു. ഈ സോളമനെ രാജാവാക്കുന്നതിന് മുൻപ് ബേർഷബ, അതായത് ദാവീദിൻ്റെ ഭാര്യ, ദാവീദിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പം ദാവീദിൻ്റെ മുമ്പിൽ വണങ്ങുന്നു. എന്നിട്ടാണ് ദാവീദിനോട് കാര്യങ്ങൾ സംസാരിക്കുന്നത്. സോളമൻ രാജാവായതിനു ശേഷം, ഞാൻ ആ ഭാഗം ഒന്ന് വായിക്കുകയാണ്. 1 രാജാക്കന്മാർ 2-ാമത്തെ അധ്യായത്തിൽ 12-ാമത്തെ വാക്യം, പിതാവായ ദാവീദിൻ്റെ സിംഹാസനത്തിൽ സോളമൻ ആരൂഢനായി, അവൻ്റെ രാജ്യം സുപ്രതിഷ്ഠിതമായി. അപ്പം ദാവീദിൻ്റെ പുത്രന് ഒരു രാജ്യം കിട്ടിയിരിക്കുന്നു, അവൻ രാജാവായിട്ട് വരികയാണ്. ഇങ്ങനെ ഈ രാജാവായിട്ട് വന്ന അന്ന് തൊട്ട് ഇസ്രായേൽ തുടങ്ങിയിട്ടുള്ള ഒരു പാരമ്പര്യമാണ്, അല്ലെങ്കിൽ ദൈവത്താൽ സ്ഥാപിതമായിട്ടുള്ള ഒരു സീറ്റായിരുന്നു രാജ്ഞിയുടെ സീറ്റ്. അപ്പം നിങ്ങൾ വിചാരിക്കും, ആരായിരിക്കാം രാജ്ഞി? ആരാണ് ഇസ്രായേലിലെ രാജ്ഞി? ഇസ്രായേലിലെ രാജ്ഞി നമ്മുടെയൊക്കെ ഒരു കോണ്ടക്സ്റ്റിൽ രാജ്ഞി എന്ന് പറയുന്നത് രാജാവിൻ്റെ ഭാര്യ ആരാണോ അവരാണ് രാജ്ഞി എന്ന് പറയുന്നത്. പക്ഷേ ഇസ്രായേലിൻ്റെ കോണ്ടക്സ്റ്റിൽ രാജാവിൻ്റെ ഭാര്യ അല്ല രാജ്ഞി എന്ന് പറയുന്നത്, മറിച്ച് രാജമാതാവാണ്. രാജാവിൻ്റെ അമ്മ ആരാണോ അവരാണ് ശരിക്കും രാജ്ഞി.
അതാണ് അതിന് വേണ്ടിയിട്ട് ഹീബ്രുവിൽ ഉപയോഗിക്കുന്ന പദമാണ് ഗബീറ. ഓക്കെ, ഗബീറ. ഗബീറ എന്ന് പറയുന്ന ഈ ഒരു പദം നമ്മൾ ഉപയോഗിക്കുമ്പം അത് എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാജാവിൻ്റെ അമ്മയെ സൂചിപ്പിക്കാനാണ്. രാജാവ് എവിടെയുണ്ടോ അവിടെ ആരുമുണ്ട്? രാജാവിൻ്റെ അമ്മയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ ബേർഷബയുടെ കാര്യം വരുമ്പോൾ നമ്മളത് കൃത്യമായിട്ട് മനസ്സിലാവും. സോളമൻ രാജാവായിട്ട് സിംഹാസനത്തിൽ ഇരിക്കുന്ന സമയത്ത് ഇരുന്നതിന് ശേഷം ബേർഷബ അങ്ങോട്ട് ചെല്ലുകയാണ്. അങ്ങോട്ട് ചെല്ലുമ്പം സോളമൻ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് ബേർഷബയെ വണങ്ങുകയാണ്. വണങ്ങിയതിന് ശേഷം വലതുവശത്ത് ബേർഷബയ്ക്ക് വേണ്ടി ഒരു സിംഹാസനം ഇട്ട് കൊടുത്തു. വലതുവശത്ത് സിംഹാസനം ഇട്ട് കൊടുത്തിട്ട് അവളെ സിംഹാസനത്തിൽ ഇരുത്തുകയാണ്. അപ്പം അന്ന് തൊട്ട് ഇസ്രായേലിലുള്ളൊരു പാരമ്പര്യമാണ് രാജാവിൻ്റെ അമ്മ ആരാണോ ആ രാജാവിൻ്റെ അമ്മയായിരിക്കും രാജ്ഞി എന്ന് പറയുന്നത്. രാജമാതാവായിരിക്കും രാജ്ഞി എന്ന് പറയുന്നത്, ഗബീറ എന്ന് പറയുന്നത്. ഇത് സോളമൻ്റെ കാര്യത്തിൽ മാത്രം സംഭവിച്ചൊരു കാര്യമാണോ? അപ്പോൾ നമുക്ക് വേണേൽ സോളമൻ്റെ കാര്യത്തിൽ മാത്രം സംഭവിച്ചാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എടുക്കാം, ഇത് സോളമൻ്റെ കാര്യത്തിൽ സംഭവിച്ചു, അത് സോളമൻ മരിച്ചതോടുകൂടെ അത് തീർന്നല്ലോ എന്ന്. ഇത് സോളമൻ്റെ കാര്യത്തിൽ മാത്രം സംഭവിച്ചൊരു കാര്യമല്ല. നമ്മൾ രാജാക്കന്മാരുടെ പുസ്തകം വായിച്ചു പോവുകയാണെങ്കിൽ ഈ മിക്ക രാജാക്കന്മാരെയും അവരുടെ രാജമാതാവിൻ്റെ കൂടെ പേര് പറഞ്ഞിട്ടാണ് വിശുദ്ധ ഗ്രന്ഥം നമ്മളെ പരിചയപ്പെടുന്നത്. നമുക്കൊന്ന് നോക്കാം. രാജാക്കന്മാരുടെ പുസ്തകത്തിൽ 2-3 അധ്യായങ്ങൾ നമുക്ക് നോക്കാം. നമ്മൾ കാണുന്നത് രാജാക്കന്മാരുടെ പുസ്തകത്തിൻ്റെ 14-21 സോളമൻ കഴിഞ്ഞിട്ട് റഹോബോവാം വന്നല്ലോ. ഈ റഹോബോവാം വന്നു കഴിഞ്ഞപ്പോൾ അവനെക്കുറിച്ച് പറയുന്ന അവൻ്റെ ഇതെല്ലാം പറഞ്ഞതിന് ശേഷം അവൻ്റെ അമ്മയുടെ പേരും കൂടെ ചേർത്താണ് പറയുന്നത്. 21ാമത്തെ വാക്യം, അവൻ്റെ അമ്മ അമ്മോന്യ സ്ത്രീയായ നാമ ആയിരുന്നു. അമ്മയുടെ പേര് പറയുകയാണ്. ഇത് അവിടെ മാത്രം നിൽക്കുന്നില്ല, ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. ഏത് രാജാക്കന്മാരുടെ കാര്യം പറഞ്ഞാലും. ഇനി അത് 1 രാജാക്കന്മാർ 15-2 വരുന്നു. അതുപോലെ തന്നെ 2 രാജാക്കന്മാർ 12-1 വരുന്നു. അപ്പോൾ നോക്കി, ഇതൊരു സക്സഷനാണ്. എപ്പോഴൊക്കെ ഇസ്രായേലിൽ രാജാവ് അധികാരത്തിൽ വരുന്നു അപ്പോഴെല്ലാം രാജമാതാവാണ് രാജ്ഞിയായിട്ട് വരുന്നത്. അപ്പം ഇസ്രായേലിൻ്റെ ത്രോണിൻ്റെ അല്ലെങ്കിൽ ഇസ്രായേലിലെ രാജാക്കന്മാരുടെ സിംഹാസനത്തിൻ്റെ പ്രത്യേകതയാണ് അവരുടെ സിംഹാസനത്തോട് ചേർന്ന് തന്നെ രാജമാതാവിൻ്റെ ഗബീറയുടെ, അതായത് ഇസ്രായേലിൻ്റെ രാജ്ഞിയുടെ സിംഹാസനം കൂടെ സ്ഥാപിതമാണ്. അത് ഇസ്രായേലിൻ്റെ രാജാവിൻ്റെ സിംഹാസനം പോലെ തന്നെ സുസ്ഥിരമായൊരു സിംഹാസനമാണ് ഇസ്രായേലിൻ്റെ രാജ്ഞിയുടെ സിംഹാസനം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ജെറമിയയുടെ പുസ്തകത്തിൻ്റെ 13ാമത്തെ അധ്യായത്തിൻ്റെ 16ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഈ രാജാവിനെ കിരീടത്തിൽ നിന്ന് അല്ലെങ്കിൽ സിംഹാസനത്തിൽ നിന്ന് പുറത്തിറക്കുമ്പോൾ രാജാവിനെ മാത്രമല്ല ഇറക്കുന്നത്, രാജ്ഞിയും കൂടെയാണ് ഇറക്കുന്നത്. രാജാവിനെയും രാജമാതാവിനെയും എന്ന് പറഞ്ഞാണ് ഈ വചനം നിങ്ങൾക്ക് കാണുന്നുള്ളൂ. ഈ വചനം നോക്കി അപ്പോൾ അങ്ങനെ പുറത്തിറക്കുന്നത്. അപ്പം ഇസ്രായേലിൽ അന്ന് തൊട്ടുള്ള പാരമ്പര്യമാണ് രാജാവ് എവിടെയുണ്ടോ അതോടുകൂടെ രാജ്ഞിയുണ്ട്. അത് രാജാവിൻ്റെ ഭാര്യയല്ല, മറിച്ച് അത് രാജാവിൻ്റെ അമ്മയാണ്. അപ്പോൾ നമുക്ക് ആഴമായിട്ട് മനസ്സിലാക്കാനുള്ള ഒന്നാമത്തെ കാര്യം ഇതാണ്. സോളമൻ രാജാവായി കഴിഞ്ഞപ്പോൾ സോളമൻ്റെ അമ്മയാണ് ബേർഷബയാണ് രാജ്ഞിയായത്. അപ്പോൾ സോളമൻ രാജ്ഞിക്ക് വേണ്ടി വലതുവശത്ത് ഒരു സിംഹാസനം ഒരുക്കി കൊടുത്തു. സോളമൻ അമ്മയുടെ മുമ്പിൽ കുമ്പിടുന്നു. ഇത് മാത്രമല്ല, അമ്മ മറ്റൊരാൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു. ഇങ്ങനെ ശരിക്കും ഒരു രാജ്ഞിയുടെ സീറ്റ് അവിടെ സ്ഥാപിതമാവുകയാണ്. മൊണാർക്കി നിന്നു പോകുന്നിടം വരെ അതുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇസ്രായേലിൻ്റെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പം ഇസ്രായേലിന് ദാവീദിനൊരു രാജാവ് മാത്രമല്ല ഉള്ളത്, ഒരു രാജമാതാവും കൂടെയുണ്ട്. ആ മാതാവാണ് രാജ്ഞി എന്ന് പറയുന്നത്. രാജാവിൻ്റെ സീറ്റിനോടൊപ്പം ചേർന്ന് പോകുന്ന സീറ്റാണ് ഈ രാജമാതാവിൻ്റെ സീറ്റും എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അതിൻ്റെ ലോജിക്കൽ കോൺസിക്വൻസിലേക്ക് ഒന്ന് വന്നേ. ഈശോ രാജാവാണ്. ഈശോ വെറും രാജാവല്ല, ദാവീദിൻ്റെ ഭവനത്തിൽപ്പെട്ട രാജാവാണ്. അങ്ങനെയാണെങ്കിൽ ഈശോ രാജാവായിട്ട് ഈശോയുടെ സിംഹാസനം സ്ഥാപിക്കുമ്പോൾ ഈശോയ്ക്ക് ഒരു മാതാവ് ഉണ്ടെങ്കിൽ ആ മാതാവ് സ്വാഭാവികമായിട്ട് രാജ്ഞിയായിരിക്കണം. അതൊരു ലോജിക്കലി ഇറ്റ് ഹാസ് ടു ബി ലൈക്ക് ദാറ്റ്. കാരണം ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ അങ്ങനെയായിരുന്നു. ബാക്കിയുള്ള ചരിത്രം മുഴുവൻ നമ്മൾ പരിശോധിച്ച് നമുക്ക് മനസ്സിലാവും അതങ്ങനെയാണെന്ന്. അപ്പോൾ അതുകൊണ്ട് ഈശോ ദാവീദിൻ്റെ ഭവനത്തിൽപ്പെട്ട രാജാവാണെന്ന് നമ്മൾ അംഗീകരിക്കുകയാണെങ്കിൽ അതോടൊപ്പം തന്നെ ചേർത്ത് പരിശുദ്ധ അമ്മ മറിയം രാജ്ഞിയാണ് എന്നും കൂടെ നമ്മൾ തീർച്ചയായിട്ടും അംഗീകരിക്കണം. അത് വിശുദ്ധ ഗ്രന്ഥം അനുസരിച്ച് അത് തീർച്ചയായിട്ടും അടിസ്ഥാനമുള്ളൊരു കാര്യമാണ്. ഇനി നമുക്ക് 2ാമത്തെ പോയിന്റിലേക്ക് വരാം. 2ാമത്തെ പോയിന്റിൽ നമ്മൾ ചിന്തിക്കുന്ന ഇപ്രകാരമാണ്. ഓക്കെ, മറിയം രാജ്ഞിയാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നമുക്കൊരു സംശയം, മറിയം രാജ്ഞിയാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ എവിടെയെങ്കിലും പ്രവചനങ്ങൾ വരുന്നുണ്ടോ? കാരണം ഈശോയെക്കുറിച്ചുള്ള പല പ്രവചനങ്ങളും നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുന്നുണ്ട്. ഇങ്ങനെയുള്ള പ്രവചനങ്ങളിൽ ഒരു സ്ത്രീയെക്കുറിച്ചുള്ള പരാമർശം ഉണ്ടോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഉണ്ട്. നമ്മൾ ഈശോയെക്കുറിച്ചുള്ള ഇമ്മാനുവൽ പ്രോഫസീസ് എടുക്കുമ്പോൾ നമ്മൾ അതിൽ പ്രധാനമായിട്ടും കാണുന്നത് അപ്പനെക്കുറിച്ചുള്ള പരാമർശമല്ല നമ്മൾ കാണുന്നത്, മറിച്ച് അമ്മയെക്കുറിച്ചുള്ള പരാമർശമാണ് നമ്മൾ കാണുന്നത്. അത് രാജാക്കന്മാരുടെ ഇതിൽ അതൊരു എവിഡൻ്റ് ആണത്. ഉദാഹരണത്തിന് ഏശയ്യ 7 നമ്മൾ കാണുന്ന ഇമ്മാനുവൽ പ്രോഫസി, ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവൽ എന്ന് വിളിക്കപ്പെടും. കന്യക ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും. അപ്പോൾ ഇവിടെ ഇറ്റ്സ് എ റെഫറൻസ് ടു ദ മദർ ഓഫ് ദി കിങ്. ഇവിടെ ഈ രാജാവായിട്ട് വരുന്ന ഈ ജനിക്കുന്ന ഈ ശിശുവിൻ്റെ അമ്മയുടെ ഒരു സാന്നിധ്യത്തെക്കുറിച്ച് അവിടെ മെൻഷൻ ചെയ്യണം. കന്യക ഗർഭം ധരിച്ച്, അല്ലെ വെറുതെ പ്രോഫസിക്ക് വെറുതെ പറഞ്ഞാൽ മതിയായിരുന്നു, ഒരു കുഞ്ഞുണ്ടാവുന്ന വെറുതെ പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷേ അമ്മയെ ചേർത്താണ് പറയുന്നത്. അതിന് കാരണമുണ്ട്. നമുക്കിപ്പോൾ അത് അതിൻ്റെ ആഴം മനസ്സിലാവില്ലെങ്കിലും വിശുദ്ധ ഗ്രന്ഥത്തിൽ അതിൻ്റെ ആഴമുണ്ട്. ഇതിൻ്റെ ഫുൾഫിൽമെൻറ്റ് പറഞ്ഞുതരാം. ഈ വേറൊരു പ്രോഫസി നമ്മൾ കാണുന്നത് മിക്കായിലാണ്. മിക്കായിൽ യൂദയായിലെ ബെത്ലഹേമേ എന്ന് പറയുന്ന ആ പ്രോഫസി ഉണ്ടല്ലോ. ആ പ്രോഫസിയിൽ പറയുന്നത് ഒരു സ്ത്രീയെക്കുറിച്ച് പറയാണ്. അത് വേദനയെടുത്ത് അവൾ പ്രസവിക്കും. ലേബർ ചെയ്ത് പ്രസവിക്കുന്ന ഒരു
ഒരു സ്ത്രീയെക്കുറിച്ചുള്ളൊരു പരാമർശം ശരിക്കും ഇവിടെ നടക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്കിവിടെ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇമ്മാനുവേൽ പ്രവചനങ്ങളിലെല്ലാം തന്നെ ഒരു സ്ത്രീയെക്കുറിച്ചുള്ള പരാമർശമുണ്ട്. ആ സ്ത്രീ സ്പെസിഫിക്കലി ദ മദർ ഓഫ് ജീസസ് ആണ്. സോ ഒരു രാജാവ് ജനിക്കുമെന്ന് പ്രവചിക്കുമ്പോൾ ആ രാജാവിൻ്റെ അമ്മയെയും കൂടെ കൂട്ടി പറയുവാണെങ്കിൽ ദാറ്റ്സ് അബൌട്ട് മേരി ഹു ഗേവ് ബർത്ത് ടു ജീസസ്. പരിശുദ്ധ അമ്മയെക്കുറിച്ചാണ് അത് തീർച്ചയായിട്ടും അതിനെക്കുറിച്ചുള്ള പരാമർശം നടക്കുന്നത്. ഇനി ഇതിൻ്റെ ഫുൾഫിൽമെൻറ്റ് നടക്കുന്നുണ്ട്. അതിപ്പോൾ നമുക്ക് വേണേൽ പറയാം, അത് ഇസ്രായേലിനെ കുറിച്ച് സൂചിപ്പിക്കുന്നതാണ്, ഇസ്രായേലിൻ്റെ ഹോളി റെമനൻറ്റിനെ കുറിച്ച് സൂചിപ്പിക്കാനാണ്, അതൊക്കെ നമുക്ക് വേണേൽ പറയാം. പക്ഷെ എന്നാലും നിങ്ങളൊന്ന് നോക്കിയോ, പുതിയ നിയമത്തിൽ അതിൻ്റെ പൂർത്തീകരണം ഉണ്ടോ നമുക്ക് നോക്കാം. മത്തായിയുടെ സുവിശേഷത്തിലേക്ക് വരാം. മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 2-ാമത്തെ അധ്യായത്തിൽ ഇതിന് വ്യക്തമായ പൂർത്തീകരണമുണ്ട്. മത്തായിയുടെ സുവിശേഷത്തിന് പ്രത്യേകത എന്ന് വെച്ചാൽ ആദ്യം പറയാം. മത്തായിയുടെ സുവിശേഷം ഞാൻ പറഞ്ഞില്ല. മത്തായിയുടെ സുവിശേഷം തുടങ്ങുന്നത് തന്നെ എങ്ങനെയാണ്? അബ്രാഹത്തിൻ്റെ പുത്രൻ ദാവീദിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ വംശാവലി എന്തെന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. ശരിക്കും ദാവീദിൻ്റെ പുത്രൻ എന്ന് പറയാൻ കാരണം ഈ ഒരു ത്രോണ. ഇനി ഈശോ ഇതെങ്ങനെയാണ് പ്രസംഗിച്ചു വരുന്നത്? റിപ്പന്റ് ആൻഡ് ദ കിങ്ഡം ഓഫ് ഹെവൻ ഈസ് അറ്റ് ഹാൻഡ്. സ്വർഗ്ഗരാജ്യം സമീപിച്ചിരിക്കും. അപ്പം ഹി ഈസ് മെൻഷനിങ് അബൌട്ട് എ കിങ്ഡം. വിശുദ്ധ മത്തായി സൂചിപ്പിക്കുന്നത് ലോങ് അവൈറ്റഡ് കിങ് ഓഫ് ജൂഡ ഓർ ഇസ്രായേൽ ഈസ് ജീസസ് എന്നുള്ള രീതിയിലാണ് വിശുദ്ധ മത്തായി ശരിക്കും ഈ ഒരു കാര്യത്തെ നമുക്ക് പ്രൂവ് ചെയ്ത് തരുന്നത്. അപ്പോൾ അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമ്മൾ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അപ്പോൾ ആ ഒരു ലെൻസോടുകൂടെ നമുക്ക് കാണാം. അപ്പോൾ അങ്ങനെ ഒരു ലെൻസോട്, അതായത് ഒരു രാജാവിനെ കുറിച്ചാണ് വിശുദ്ധ മത്തായി പറയുന്നതെന്നുള്ള ലെൻസോടുകൂടെ പറയുമ്പം നമുക്ക് ഇച്ചിരി കൂടെ ഒരു തെളിവ് കിട്ടും. 2-ാമത്തെ അധ്യായം നേരത്തെ അച്ഛൻ വായിച്ച വചനമാണ്. നോക്കിയേ, അവർ അന്വേഷിച്ച് എവിടെയാണ് യഹൂദന്മാരുടെ രാജാവ്. അപ്പോൾ യഹൂദന്മാരുടെ രാജാവിനെ അന്വേഷിച്ചാണ് വരുന്നത്. യഹൂദന്മാരുടെ രാജാവ് ആരാണെന്നാണ് വിശുദ്ധ മത്തായി പറയുന്നത്. വിശുദ്ധ മത്തായി പറയുമ്പം ഈ 2-ാമത്തെ അധ്യായത്തിൽ 5 സ്ഥലത്താണ് അമ്മയോടൊപ്പം എന്ന് പറയുന്നത്. ഇത് വെറുതെ പറയുന്നതല്ല. എന്തിനാണ് ഇപ്പോൾ അന്ന് അത്രയും എഴുതാനും പാടാണ്, അന്ന് അത്രയും മഷി ഇതൊന്നുമില്ല, അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ എന്തിനാണ് ഈ അമ്മയോടൊപ്പം എന്ന് പറയുന്നത്? ഈശോയെക്കുറിച്ച് പറഞ്ഞാൽ കൃത്യമായിട്ട് അറിയത്തില്ലേ? അല്ലെ യേശു പിതാവിനോടൊപ്പം എന്ന് പറയത്തില്ലായിരുന്നോ? പക്ഷേ അമ്മയോടൊപ്പം അതിനൊരു കാരണമുണ്ട്. ബിക്കോസ് ഓൾവേസ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ ഈ നല്ല രാജാക്കന്മാരെല്ലാം അഭിസംബോധന ചെയ്യുന്നത് അവർ അമ്മയോടൊപ്പം എന്നുള്ള രീതിയിലായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അമ്മയോടൊപ്പം ആണ് ഇസ്രായേൽ രാജാക്കന്മാരെങ്കിൽ അവർ ഐഡോലേറ്റർ ചെയ്യല, ദൈവത്തിൽ നിന്ന് അകന്നു പോയെന്നൊരു വിശ്വാസം ഇസ്രായേലിനുണ്ടായിരുന്നു. അപ്പോൾ അതൊരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനായിട്ട് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ അമ്മയോടൊപ്പം എന്ന് പറഞ്ഞു കഴിയുമ്പം ഷീ ഈസ് എ ഗുഡ് മദർ എന്നുള്ളൊരു സൂചനയാണ്. ഷീ ഈസ് എ ഗുഡ് മദർ ഹൂ ടേക്സ് കെയർ ഓഫ് ദ കിങ്, ഹൂ ഈസ് റൈറ്റ് ബിസൈഡ് ദ കിങ്. നമ്മൾ 5 സ്ഥലങ്ങളിൽ സൂചിപ്പിക്കുന്നുണ്ട്. നോക്കിയേ, 1:11 ആ ഭവനത്തിൽ ശിശുവിൻ്റെ അമ്മയായ മറിയത്തോടു കൂടെ കണ്ടു. ഇനി അടുത്ത് 14 അവൻ ഉണർന്ന് ശിശുവിനെ അമ്മയെയും കൂട്ടി ആ രാത്രി തന്നെ പുറപ്പെട്ടു. ഇനി അടുത്ത് 20 എഴുന്നേറ്റ് ശിശുവിനെ അമ്മയെയും കൂട്ടി ഇസ്രായേൽ ദേശത്തേക്ക് മടങ്ങി. ഇനി അടുത്തത് 21 എഴുന്നേറ്റ് ശിശുവിനെ അമ്മയെയും കൂട്ടി ഇസ്രായേൽ ദേശത്തേക്ക് പുറപ്പെട്ടു. ഓക്കെ, അമ്മയെയും കൂട്ടി ഇങ്ങനെ 5 പ്രാവശ്യം വിശുദ്ധ മത്തായി ഇത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ സെയിൻറ്റ് മാത്യൂസ് കംപ്ലീറ്റ്ലി എംഫസൈസിങ് ദ റോൾ ഓഫ് മദർ. അപ്പോൾ അതിന് കാരണം എന്താണ്? ഈ രാജാവ് ഇപ്പോൾ ഉള്ളത് ഇസ് വിത്ത് ദ ക്വീൻ മദർ. ഈ രാജാവ് രാജ്ഞിയായ അമ്മയോടൊപ്പമാണ് ഇപ്പോൾ ഉള്ളത്. അത് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും എംഫസൈസ് ചെയ്ത് പറയുന്നത്. അപ്പോൾ ഇത് കാണിക്കുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും വിശുദ്ധ മത്തായി ഒരു ക്രിസ്മസ് സ്റ്റോറി എഴുതുകയല്ല, അത് ഈശോയുടെ ജനനത്തെക്കുറിച്ചൊന്നും അറിയിച്ചേക്കെന്ന് എഴുതുകയല്ല, മറിച്ച് രാജാവ് വന്നിരിക്കുന്നു, സോ മേരി ഹാസ് ടേക്കൺ ഹർ ത്രോൺ. രാജാവ് വന്നു, രാജ്ഞിയുടെ സ്ഥാനം എടുത്തിരിക്കുന്നു. വി ഹാവ് എ കിങ് ആൻഡ് എ ക്വീൻ മദർ ഗബീറ. നമുക്കൊരു ക്വീൻ മദറേയും കൂടെ കിട്ടിയിരിക്കുന്നു എന്ന് വിശുദ്ധ മത്തായി സൂചിപ്പിക്കുകയാണ് ഈ ഒരു ഭാഗത്തിലൂടെ ചെയ്യുന്നത്. ഇനി അടുത്തത് നമ്മൾ കാണുന്നത് 3-ാമത്തെ പ്രധാനപ്പെട്ട അടിസ്ഥാനം എന്ന് പറയുന്നത് ഗബ്രിയേൽ മാലാഖ വന്ന് പരിശുദ്ധ അമ്മയെ ഗ്രീറ്റ് ചെയ്യുന്നതാണ്. പരിശുദ്ധ അമ്മയെ ഗ്രീറ്റ് ചെയ്യുന്ന ഇപ്രകാരമാണ്: കെയ്റെ കെക്കരിത്തോമനെ, ഹെയിൽ ഫുൾ ഓഫ് ഗ്രേസ്. ഇതിൽ ഈ ഹെയിൽ അല്ലെങ്കിൽ കെയ്റെ എന്ന് പറയുന്ന ഈ ഗ്രീക്ക് വാക്കാണ് നമ്മളിവിടെ അനലൈസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇതിൻ്റെ ഇംപ്ലിക്കേഷൻസ് ശരിക്കും കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ആഴമായിട്ട് ഇത് മനസ്സിലാവും. ഇത് ശരിക്കും ഒരു ഹായ് എന്നുള്ളൊരു ഗ്രീറ്റിംഗ് അല്ല. ഓക്കെ, അങ്ങനെ നമ്മൾ അതിനെ തെറ്റിദ്ധരിക്കരുത്. ഞാൻ ഇതിനു മുമ്പ് സൂചിപ്പിച്ചായിരുന്നു, ഇസ്രായേൽ ജനങ്ങൾ പരസ്പരം ഗ്രീറ്റ് ചെയ്യുന്നത് ഷലോം എന്ന് പറഞ്ഞാണ്. പക്ഷെ ഇവിടെ പരിശുദ്ധ അമ്മയെ ഈ ഷലോം എന്ന് ഗ്രീറ്റ് ചെയ്യാതെ ഹെയിൽ എന്ന് പറഞ്ഞ് ഗ്രീറ്റ് ചെയ്യുമ്പം ഇതിൻ്റെ കൾച്ചറൽ കോണ്ടക്സ്റ്റ് നമ്മൾ മനസ്സിലാക്കണം. എപ്പോഴാണ് ഈ ഹെയിൽ എന്ന് പറഞ്ഞ പദം ഉപയോഗിച്ചുകൊണ്ടിരുന്നത്? സ്നേഹമുള്ളവരെ, റോമൻ സാമ്രാജ്യത്തിൻ്റെ കീഴിൽ ഇസ്രായേൽ നിൽക്കുന്ന സമയമാണിത്. ഇങ്ങനെയുള്ളൊരു സമയത്താണ് ഗബ്രിയേൽ മാലാഖ വന്ന് പരിശുദ്ധ അമ്മയുടെ ഹെയിൽ എന്ന് പറയുന്നത്. അപ്പം അവിടുത്തെ സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഗ്രീറ്റിങ്സിൻ്റെ അർത്ഥം അറിയാം. കാരണം ഈ റോമൻ കോർട്ടിൽ ഈ എംപററിനെ ഗ്രീറ്റ് ചെയ്യാൻ, അതായത് സീസറിനെ ഗ്രീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പദമാണിത്, കെയ്റെ എന്ന് പറയുന്നത്. അതിൻ്റെ ലാറ്റിൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇച്ചിരി കൂടെ മനസ്സിലാവും. ആവേ എന്നാണത്. ആവേ കൈസർ, അങ്ങനെയാണ് പറയുന്നത്. ആവേ കൈസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എ റോയൽ ടൈറ്റിൽ, ഇറ്റ്സ് എ റോയൽ ഗ്രീറ്റിംഗ്. രാജാക്കന്മാരുടെ അടുത്ത് നമുക്ക് പോയിട്ട് ഹായ് രാജാവേ നമുക്ക് പറയാൻ പറ്റും. ഇറ്റ്സ് ഇൻഅപ്രോപ്രിയേറ്റ്. അപ്പോൾ ഇറ്റ്സ് എ ദർ മസ്റ്റ് ബി എ റോയൽ ടൈറ്റിൽ ഫോർ ദ റോയൽ പീപ്പിൾ. സോ ഇതൊരു റോയൽ ടൈറ്റിലാണ്, രാജകീയമായിട്ടുള്ളൊരു ടൈറ്റിലാണ് ശരിക്കും ഈ ഒരു ടൈറ്റിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പരിശുദ്ധ അമ്മയെ നോക്കി ഈ ദൂതം പറയുമ്പോൾ അതുകൊണ്ടാണ് ഇത് കേട്ട് ഷി വാസ് ട്രബിൾഡ്. വാട്ട് സോർട്ട് ഓഫ് ഗ്രീറ്റിംഗ് ഇസ് ദിസ്? എന്ത് തരത്തിലുള്ള ഒരു ആശംസയാണെന്ന് പരിശുദ്ധ അമ്മ ചിന്തിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഒരു രാജാവിനെയോ അല്ലെങ്കിൽ രാജ്ഞിയെ ഗ്രീറ്റ് ചെയ്യുന്നതാണ് ആവേ എന്ന് പറയുന്നത്. ഇനി ആവേ ഖൈസർ എന്നാണ് ഞാൻ പറഞ്ഞില്ല, നിങ്ങളതൊന്ന് മാറ്റി ആ ഖൈസർ എന്നുള്ളതൊന്ന് മാറ്റിക്കേ, എന്നിട്ട് അവിടെ ഒന്ന് ഓർത്തേക്ക് ആവേ, ആവേ മരിയ. അപ്പം നമ്മൾ ഈ ആവേ മരിയ എന്ന് പറയുമ്പോൾ ആക്ച്വലി വി ആർ റെഫറിങ് ടു ദ ക്വീൻ മദർ. ഇത് നമ്മൾ പറഞ്ഞതല്ല. ഇറ്റ് വാസ് എ ടൈറ്റിൽ ഗിവൺ ബൈ ഏഞ്ചൽ ഗബ്രിയേൽ ടു മേരി. വിശുദ്ധ ഗബ്രിയേൽ വന്ന് പരിശുദ്ധ അമ്മയ്ക്ക് കൊടുത്തൊരു ടൈറ്റിലാണ്, ഇത് നമ്മൾ കൊടുത്തില്ല. സോ ഇറ്റ് വാസ് എ റോയൽ ടൈറ്റിൽ. ഇനി ഇത് മാത്രമല്ല, ഇതിനെക്കുറിച്ചുള്ള ഒരു ബിബ്ലിക്കൽ പ്രൂഫ്, ഇതിപ്പോൾ ഒരു സോഷ്യോ കൾച്ചറൽ കോണ്ടക്സ്റ്റാണ് അച്ഛൻ പറഞ്ഞത്. ഇതിൻ്റെ ഒരു ബിബ്ലിക്കൽ പ്രൂഫ് പറയാം. ഈശോയുടെ ശിരസിൽ മുൾക്കിരീടം അണിയിക്കുന്ന സമയത്ത് അവർ ഈശോയെ പരിഹസിക്കുന്നത് എങ്ങനെയാണ്? മുൾക്കിരീടം ഈശോയുടെ ശിരസിൽ വെച്ചു, എന്നിട്ട് അവർ പറഞ്ഞു ഹെയിൽ കിങ് ഓഫ് ജ്യൂസ്. ഓക്കെ, യഹൂദന്മാരുടെ രാജാവെ സ്വസ്തി എന്ന് പറഞ്ഞിട്ട് ഈശോയെ കളിയാക്കുന്നുണ്ട്. എന്താ ചെയ്യുന്ന അവർ ശരിക്കും ഹായ് യഹൂദന്മാരുടെ രാജാവേ നല്ലല്ലോ അവർ പറയുന്നത്, ഹെയിൽ കിങ് ഓഫ് ജ്യൂസ് എന്നാണ് പറയുന്നത്. ബിക്കോസ് ഇറ്റ്സ് എ റോയൽ ടൈറ്റിൽ. ദിസ് ടൈറ്റിൽ ഈസ് ആക്ച്വലി റോയൽ. ഇറ്റ്സ് ഗിവൺ ഫോർ ദ റോയൽ പീപ്പിൾ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഏഞ്ചൽ വന്നിട്ട് പരിശുദ്ധ അമ്മയോട് ഇങ്ങനെ പറയുമ്പോൾ ബിബ്ലിക്കലി ഇറ്റ്സ് എ റോയൽ ടൈറ്റിൽ. പരിശുദ്ധ അമ്മയെ രാജ്ഞി എന്ന് വിളിക്കുകയാണ് ശരിക്കും ഈ ഗബ്രിയേൽ മാലാഖ വന്നിട്ട് ചെയ്യുന്നത്. ഇത് മാത്രമല്ല, ഇത് ഉപയോഗിച്ചിരുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാജാക്കന്മാർ തമ്മിലുള്ള ഇടപാടുകൾ. ഉദാഹരണത്തിന് ഇവിടുന്ന് ഒരു രാജാവ് തൻ്റെ ദൂതനെ മറ്റൊരു രാജാവിൻ്റെ അടുത്തേക്ക് അല്ലെങ്കിൽ മറ്റൊരു റോയൽ കോർട്ടിലേക്ക് അയക്കുകയാണ്. അവിടെ ചെല്ലുമ്പം അവരെ ഗ്രീറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടുത്തെ രാജാവ് ആ രാജാവിനെ ഗ്രീറ്റ് ചെയ്യുന്നതാണ് ശരിക്കും ആവേ അല്ലെങ്കിൽ ഹെയിൽ എന്ന് പറഞ്ഞ് ഗ്രീറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഒരു സിഗ്നിഫിക്കൻസും കൂടെ ഉണ്ട്. ഇപ്പോൾ സ്വർഗത്തിൽ നിന്നും പിതാവായ ദൈവം തൻ്റെ ദൂതനെ അയച്ചിട്ട് പരിശുദ്ധ അമ്മയെ വിളിക്കുമ്പം അമ്മയെ ഗ്രീറ്റ് ചെയ്യുമ്പം ഇറ്റ്സ് എൻ എക്സ്ചേഞ്ച് ബിറ്റ്വീൻ ടു റോയൽ പീപ്പിൾ, ഗോഡ് ദ ഫാദർ ആൻഡ് ബ്ലെസ്ഡ് വെർജിൻ മേരി ദ ക്വീൻ. ഈ കേര എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം ഒന്ന് ഇത് സീസറിന് വേണ്ടി, ആവേ ഖൈസർ സീസറിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. രണ്ട് ബിബ്ലിക്കലി ഇത് ഈശോയ്ക്ക് വേണ്ടി ഉപയോഗിച്ചു, ഈശോ രാജാവാണെന്ന് പറഞ്ഞ് കളിയാക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മയ്ക്ക് ആ ഒരു റോയൽ ടൈറ്റിലിൻ്റെ അർത്ഥം മനസ്സിലായതുകൊണ്ടാണ് ഇത് വാട്ട് സോർട്ട് ഓഫ് ഗ്രീറ്റിംഗ് ഈസ് ദിസ് എന്ന് അമ്മ ചോദിക്കുന്നത്. മൂന്നാമത്തത് ഈ പറഞ്ഞതുപോലെ രണ്ട് റോയൽ പേഴ്സൺസ് തമ്മിലുള്ള എക്സ്ചേഞ്ചിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്കാണിത്. അപ്പം എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് മിസ്റ്റർ ലൂക്ക ഇത് പറയുന്നത്. അതോ ഇതിന് ശേഷം ഉടനെ പറയുന്നത് എന്താണ്? ദാവീദിൻ്റെ സിംഹാസനം ഈശോയ്ക്ക് കൊടുക്കാനായിട്ട് പോകുന്നു, നിന്റെ ഉദരത്തിലെ ശിശുവിന് കൊടുക്കാനായിട്ട് പോകുന്നു എന്നൊക്കെ പറഞ്ഞാണ് ഇത് പറയുന്നത്. അത് പറയുമ്പോൾ തന്നെ അതിൻ്റെ അർത്ഥം യു ആർ ഗോയിങ് ടു ബി ദ ക്വീൻ മദർ ഗബീറ. അതുകൊണ്ട് പരിശുദ്ധമേ നമ്മൾ സല്യൂട്ട് ചെയ്യുമ്പം വി ആർ അക്നോളജിങ് ദറ്റ് മേരി ഇസ് ദ ക്വീൻ മദർ ഗബീറ. ആവേ ഹെയിൽ, ഹെയിൽ മേരി ഫുൾ ഓഫ് ഗ്രേസ്, ഹെയിൽ ഹോളി ക്വീൻ, ആവേ മരിയ. അതാണ് അതിൻ്റെ അർത്ഥം. പരിശുദ്ധ അമ്മ രാജ്ഞിയാണെന്ന് വിശുദ്ധ ഗ്രന്ഥം നമ്മളെ പഠിപ്പിക്കുന്ന നാലാമത്തെ പോയിന്റ് നമ്മളൊന്ന് മനസ്സിലാക്കാനായിട്ട് പോവുകയാണ്. അത് ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ 1-ാമത്തെ അധ്യായത്തിൽ തന്നെയാണ്. നമ്മളിനി അങ്ങനെ തുടർച്ചയായിട്ട് വെളിപാട് വരെ പോവുകയാണ്. ആ ഒരു ഓർഡറിൽ പോവുകയാണ്, നമുക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനാണത്. 1-ാമത്തെ അധ്യായത്തിൽ തന്നെ ഇങ്ങനൊരു കാര്യം നമ്മൾ കാണുകയാണ്. നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും. നീ ആയിരിക്കും അവൻ്റെ അമ്മയാണെന്നുള്ളത് ഉറപ്പിക്കുകയാണ്. നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും, അത്യുന്നതൻ്റെ പുത്രൻ എന്നവൻ വിളിക്കപ്പെടും. അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. അപ്പോൾ ഒന്നാമത്തെ കാര്യം ഇതാണ്, അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം കൊടുക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ മകന് ഒരു സിംഹാസനം കൊടുക്കും. ഈ ദാവീദിൻ്റെ സിംഹാസനം എന്താണ്? അത് രാജത്വമാണ്. ദാവീദിൻ്റെ സിംഹാസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിൻ്റെ മകൻ രാജാവായിരിക്കും എന്നാണ് അതിൻ്റെ അർത്ഥം. രണ്ടാമത്തെ കാര്യം, യാക്കോവിൻ്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും. ദാവീദിൻ്റെ സിംഹാസനം കൊടുക്കുമെന്ന് പറഞ്ഞാൽ ദാവീദാണ് ആദ്യമായിട്ട് ഈ 12 ഗോത്രങ്ങളെ ഒരുമിച്ച് കൊണ്ടുവന്ന് ഭരണം തുടങ്ങിയ ഒരു രാജാവ്. അപ്പോൾ ദാവീദിൻ്റെ സിംഹാസനം കൊടുക്കുമെന്ന് പറഞ്ഞാൽ ഈ 12 ഗോത്രങ്ങളുടെയും മുകളിൽ നിനക്ക് അല്ലെങ്കിൽ നിൻ്റെ പുത്രൻ രാജാവായി ഭരിക്കും എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം പറയുന്നതാണ്, അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല. ഇത്രയും നാളത്തെ ഈ ഡേവിഡ് കിങ്ഡത്തിൻ്റെ എല്ലാം പ്രത്യേകത, ഒരു രാജാവ് വരും, അത് കഴിഞ്ഞ് മരിക്കും, അല്ലെങ്കിൽ പിന്നെ വേറൊരു രാജാവ് വന്ന് ഈ രാജ്യത്തെ ആക്രമിക്കും. അപ്പോൾ ഈ രാജ്യം പെട്ടെന്ന് നിന്നുമായിരുന്നു. ഈ രാജ്യത്തിൻ്റെ പ്രത്യേകത, ഇത് ഈശോയിൽ സ്ഥാപിതമായ ഒരു രാജ്യമാണ്. ഈ രാജ്യത്തിന്, ഈ ഭരണത്തിന് ഒരിക്കലും അവസാനം ഉണ്ടാവുകയില്ല. എന്താണ് ഇതിൻ്റെ ഇംപ്ലിക്കേഷൻ? ഒന്ന്, ദൈവമായ കർത്താവ് ദാവീദിൻ്റെ സിംഹാസനം അവന് കൊടുക്കും. ദാവീദിൻ്റെ പുത്രനായ സോളമന് ദാവീദിൻ്റെ സിംഹാസനം കിട്ടിയപ്പോൾ അതിൻ്റെ റിസൾട്ട് എന്തായിരുന്നു? അവൻ ഇസ്രായേൽ മുഴുവൻ്റെയും രാജാവായി. യാക്കോബ് ഭവനത്തിൻ്റെ മുഴുവൻ 12 ഗോത്രങ്ങളുടെയും രാജാവായി. ഇത് മാത്രമല്ല, ഇങ്ങനെ ഇവൻ രാജാവായപ്പോഴാണ് ഗബീറ എന്ന് പറയുന്ന പഴയ നിയമത്തിലെ ഗബീറ രാജമാതാവിൻ്റെ സ്ഥാനം ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്യപ്പെട്ടതും അലങ്കരിക്കപ്പെട്ടതും അത് പിന്നെ തുടർന്നു പോന്നു. ഇനി അടുത്ത വാക്യത്തിൽ ദൂതൻ പറയുന്നത് എന്താണ്?
ദാവീദിൻ്റെ ഭവനത്തിന് എന്നേക്കും ഭരണം നടത്തും, അവൻ്റെ രാജ്യത്തിന് ഒരിക്കലും അവസാനം ഉണ്ടാവുകയില്ല. സോളമൻ്റെ ഭരണത്തിന് അവസാനം ഉണ്ടായി, സോളമൻ്റെ ഭരണം തീർന്നതോടുകൂടെ രാജമാതാവിൻ്റെ ഭരണവും തീർന്നു. അതിനുശേഷം റഹോബോവാമിൻ്റെ ഭരണം വന്നു, അവൻ്റെ ഭരണം തീർന്നതോടുകൂടെ രാജമാതാവിൻ്റെ സ്ഥാനവും പോയി, അല്ലെങ്കിൽ ആ രാജ്ഞിയുടെ സ്ഥാനവും പോയി. എത്ര കാലം രാജാവ് ഭരിക്കുന്നോ അത്ര കാലം മാത്രമേ ഈ രാജ്ഞിക്ക് സ്ഥലമുള്ളൂ, അത്ര കാലം മാത്രമേ രാജ്ഞിയായിട്ട് നിൽക്കാൻ പറ്റുള്ളൂ. അപ്പം ഈശോയുടെ ഭരണം എന്നേക്കും നിലനിൽക്കുന്നു എന്ന് പറയുമ്പം, അതായത് 2000 വർഷങ്ങൾക്ക് മുമ്പാണ് അത് ആരംഭിച്ചതെങ്കിൽ, അല്ലെങ്കിൽ അത് കുരിശുമരണ ഉദ്ധാനത്തിലാണ് ആരംഭിച്ചതെങ്കിൽ, അതിന്നും നിലനിൽക്കുന്നതാണ് ഈശോയുടെ ഭരണം. അത് ഈശോയുടെ 2ാം വരവിന് ശേഷവും തുടരേണ്ട ഭരണമാണ്. പക്ഷെ അങ്ങനെ ഒരു ഭരണം ഈശോ തുടരുന്നുണ്ടെങ്കിൽ, ആ ഭരണത്തിൽ ഈ 2ാമത്തെ ബത്ശബ, അല്ലെങ്കിൽ പുതിയ ബത്ശബ പുതിയ സോളമൻ എന്നറിയപ്പെടുന്നത് ഈശോ, ഇപ്പോൾ പുതിയ ബത്ശബ എന്നറിയപ്പെടുന്ന ഈ പരിശുദ്ധ മറിയമായിരിക്കും ഈ ഒരു സ്ഥാനം, രാജമാതാവിൻ്റെ അല്ലെങ്കിൽ രാജ്ഞിയുടെ ഈ സ്ഥാനം അലങ്കരിക്കുക എന്ന് കൃത്യമായിട്ട് ദൂതൻ പറയാണ്. ഇല്ലെങ്കിൽ ദൂതൻ ഇങ്ങനെ ഒരു കാര്യം പറയേണ്ട ആവശ്യമില്ല. ഈശോ രക്ഷകനായിരിക്കും, നിനക്കൊരു പുത്രൻ ജനിക്കും, ആ പുത്രൻ ലോകത്തെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കും, അല്ല അവനൊരു രക്ഷകനായിരിക്കും, ഇത്രയും പറഞ്ഞ് അവസാനിപ്പിച്ചാൽ മതിയായിരുന്നു. പക്ഷേ ഇവിടെ അമ്മയുടെ കൺസെൻറ്റ് കിട്ടേണ്ടത് ആവശ്യമുണ്ട്. ഒരു വ്യക്തിയോടൊരു കാര്യം പറയുമ്പം ഇതിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. അപ്പോൾ അന്നത്തെ ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷനിൽ ഈ എല്ലാവരും മിശിഹായുടെ, പ്രത്യേകിച്ച് നിങ്ങൾ ആ കാലത്തെ റൈറ്റിങ്സ് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ആ ഒരു കാലഘട്ടത്തിൽ യഹൂദ സ്ത്രീകൾ മിശിഹ ജനിക്കുമെന്നും, അപ്പോൾ ഈ മിശിഹായുടെ മാതാവാകാൻ യോഗ്യതയുള്ളവരായിരിക്കണമെന്നും കണ്ട് അതിനുവേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങിയിരുന്ന യഹൂദ സ്ത്രീകൾ, യഹൂദ കന്യകമാർ ആ ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും പരിശുദ്ധ അമ്മയോട് ദൂതനോട് കൃത്യമായിട്ട് പറയാണ്, യു ആർ ഗോയിങ് ടു ബി ദാറ്റ് ക്യൂൻ മദർ, യു ആർ ഗോയിങ് ടു ബി ദ ഗബീറ. ഇപ്പോൾ രാജമാതാവ് നീയാണ് ആവാനായിട്ട് പോകുന്നത്, അതുകൊണ്ട് നീ ഇത് സ്വീകരിക്കുന്നു ഇല്ലയോ എന്നുള്ളതാണ്. അതിനാണ് പരിശുദ്ധ അമ്മ ഫിയാത്ത് ആമേൻ പറയുന്നത്, കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് എളിമയോടുകൂടെ ആ ഒരു സ്ഥാനം പരിശുദ്ധ അമ്മ ഏറ്റെടുക്കുകയാണ്. അപ്പം ഈശോയുടെ അമ്മയായി തീരാൻ മാത്രമുള്ള ഒരു സ്ഥാനമല്ല പരിശുദ്ധ അമ്മ ഇവിടെ ഏറ്റെടുക്കുന്നത്, അല്ലെ അങ്ങനെ ഒരു കാര്യം മാത്രമല്ല ദൂതൻ പരിശുദ്ധ അമ്മയോട് പറയുന്നത്. മറിച്ച് ഈശോയുടെ പുതിയ രാജ്യത്തിൽ നീ രാജ്ഞിയായിരിക്കും, നീ ആ സിംഹാസനത്തിൽ അവനോടുകൂടെ രാജ്ഞിയായിട്ട് ഉണ്ടാവണം. പക്ഷെ അതിന് വേണ്ടിയിട്ട് ഈ കാലഘട്ടത്തിൽ നീ എടുക്കേണ്ട വേദനകളിലൂടെ എല്ലാം കടന്നു പോകണമെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. അതിനാണ് പരിശുദ്ധ അമ്മ ശരിക്കും എളിമയോടുകൂടെ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് ഉത്തരം പറയുന്നത്. അപ്പോൾ സ്നേഹമുള്ളവരെ, ഈശോയുടെ കാലം നിലനിൽക്കുന്നിടത്തോളം നിലനിൽക്കുന്നതാണ് പരിശുദ്ധ അമ്മയുടെ രാജ്ഞി സ്ഥാനം. അത് നഷ്ടപ്പെട്ടു പോകുന്നല്ല. അത് കുറച്ച് സമയത്തേക്ക് അമ്മ രാജ്ഞിയായിരുന്നു, പിന്നെ രാജ്ഞിയല്ല, അങ്ങനെയല്ല. അതെന്നേക്കും നിലനിൽക്കുന്നതാണ് ഈശോയുടെ രാജ്യമെങ്കിൽ, അത് ഡേവിഡ് കിങ്ഡത്തിൻ്റെ തുടർച്ചയാണെങ്കിൽ, ആ രാജ്യത്തിൽ പഴയ ബേർഷബയല്ല പുതിയ ബേർഷബ, ഈശോയുടെ അമ്മ ഇതാ രാജ്ഞിയായിട്ട് നിൽക്കും. അതിലൊരു സംശയം വേണ്ട. ഇനി നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം. ലൂക്കായുടെ സുവിശേഷത്തിൽ പരിശുദ്ധ അമ്മ എലിസബത്തിനെ സന്ദർശിക്കുമ്പം പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ എലിസബത്ത് പറയുന്നതാണ്. അപ്പോൾ ഈ വാക്കുകൾക്ക് വിശുദ്ധത്തിൽ ഇരട്ടി വെയിറ്റാണ്. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു പറയും. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ എലിസബത്ത് ഉദ്ഘോഷിക്കുകയാണ്, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലവും അനുഗ്രഹീതം, കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്. കർത്താവിൻ്റെ അമ്മ, ദ മദർ ഓഫ് മൈ ലോഡ്, ദ മദർ ഓഫ് മൈ ലോഡ്. സ്നേഹമുള്ളവരെ, ഈ മദർ ഓഫ് മൈ ലോഡ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഈ മൈ ലോഡ് എന്ന് പറയുന്ന ഈ ഒരു പ്രയോഗം, ഇത് നമ്മൾ വിശുദ്ധ ഗ്രന്ഥം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതൊരു സാധാരണ പ്രയോഗമല്ല. ഇതൊരു ഇമ്പീരിയൽ ലാംഗ്വേജ് ആണ്. ഇതൊരു റോയൽ കോർട്ടിൽ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് ആണ്. റോയൽ കോർട്ടിൽ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മൈ ലോഡ് എന്നതിൻ്റെ ഹീബ്രു എന്താണ്? മൈ ലോഡ് എന്നതിൻ്റെ ഹീബ്രു അദോനായി ആണ്. അദോനായി എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഗ്രീക്ക് എന്താണ്? ഇതിൻ്റെ ഗ്രീക്ക് കീരിയോസ് എന്നാണ്. അപ്പോൾ ശരിക്കും നമുക്ക് അതിൻ്റെ ഹീബ്രു കൊടുക്കാം. ഈ അദോനായി എന്ന് പറയുന്ന ഈ വാക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉപയോഗിക്കുന്നത് 2 കോണ്ടെക്സ്റ്റിലാണ്. ഒന്ന്, ഇസ്രായേലിൻ്റെ ദൈവമായ യാഹ്വയെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നതാണ്. അദോനായി എന്ന് പറഞ്ഞാൽ മൈ ലോഡ്, എൻ്റെ കർത്താവേ. ഇപ്പം നമ്മൾ സങ്കീർത്തനം 110 കാണുന്നു, കർത്താവ് എൻ്റെ കർത്താവിനോട് അരുൾ ചെയ്തു. ഓക്കെ, മൈ ലോഡ് അദോനായി, എൻ്റെ കർത്താവിനോട് അരുൾ ചെയ്തു. അപ്പം അത് ശരിക്കും പറയുന്നതെന്ന് വെച്ചാൽ, ഒന്ന് ദൈവത്തെ സൂചിപ്പിക്കാനാണ്, യാഹ്വനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നതാണ്. 2 രാജാവിനെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇസ്രായേലിൽ ദിസ് വാസ് എ കോമൺ സ്ലാങ് എമംഗ് ദ പീപ്പിൾ. അപ്പോൾ രാജാവിൻ്റെ അടുത്ത് വന്നു കഴിയുമ്പം രാജാവിനോട് പറയുന്നത് മൈ ലോഡ് എന്നാണ്. മൈ ലോഡ് ഇപ്പോഴും ഈ ഒരു കാലഘട്ടത്തിലും ആ ഒരു പ്രയോഗം നമുക്ക് നിലവിലുണ്ട്, മൈ ലോഡ് എന്ന് പറയുന്ന ആ ഒരു പ്രയോഗം. അപ്പോൾ അതിൻ്റെ ഗ്രീക്ക് പറയുന്നത് കീരിയോസ് എന്നാണ്. കീരിയോസ്, ഈ കീരിയോസ് എന്നുള്ള പദമാണ് രാജാവിനെ അഡ്രസ്സ് ചെയ്യാനായിട്ട് ജനറലി നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുന്നത്, അല്ലെങ്കിൽ മൈ ലോഡ് എന്ന് പറയുന്ന ഭവ്യതയോട് ഉപയോഗിക്കാനായിട്ട് പറ്റുന്നത്. അതിനോട് അറ്റാച്ച് ചെയ്താണ് മദർ ഓഫ് മൈ ലോഡ്. ഇപ്പോൾ ഇസ്രായേലിൽ രാജ്ഞിയെ നേരിട്ട് രാജ്ഞി എന്ന് വിളിക്കുകയല്ല, അഡ്രസ്സ് ചെയ്യുന്ന ഇപ്രകാരമാണ്, ദ മദർ ഓഫ് മൈ ലോഡ്. അതിനൊരു കാരണമുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ രാജ്ഞിയുടെ സ്ഥാനം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ രാജ്ഞിയുടെ സ്ഥാനം രാജാവിൻ്റെ സ്ഥാനത്തോട് ചേർന്നുള്ളത്. ഇറ്റ് ഈസ് ആൻ അറ്റാച്ച്ഡ് പൊസിഷൻ, ഇറ്റ് ഈസ് നോട്ട് ആൻ ഇൻഡിപെൻഡൻറ്റ് പൊസിഷൻ. അപ്പം മൈ ലോഡ് ഉണ്ടെങ്കിൽ മാത്രമേ മദർ ഓഫ് മൈ ലോഡ് ഉള്ളൂ. ഈ മൈ ലോഡാണ് പ്രധാനപ്പെട്ടത്. ഈ മൈ ലോഡ് കിങ് ആയതുകൊണ്ടാണ് മൈ ലോഡ്. ഈ കീരിയോസ് ഇത് കിങ് ആയതുകൊണ്ടാണ് രാജ്ഞി ഈ വ്യക്തി ക്യൂവിനായിരിക്കുന്നത്, രാജ്ഞിയായിരിക്കുന്നത്. അപ്പോൾ അതുപോലെ ഇവിടെ മദർ ഓഫ് മൈ ലോഡ് എന്ന് എലിസബത്ത് ഇങ്ങനെ അക്ലെയിം ചെയ്യുമ്പം അതിൽ പരിശുദ്ധ അമ്മയോട് പറയുന്നത്
ക്വീൻ മദർ. അതാണ് ഉദ്ദേശിക്കുന്നത്. കാരണം രാജാവേ നല്ല വിളിക്കുന്നേ. നമ്മളാണ് ഇപ്പോൾ രാജാവേ എന്നായിരിക്കില്ല, ഈശോ ആണെങ്കിൽ രാജാവേ അല്ല, എൻ്റെ രാജാവ് അങ്ങനെ വിളിക്കുന്നത്. അങ്ങനെയല്ല, മൈ ലോഡ് എന്ന് വിളിക്കുമ്പം വി ആർ അക്നോളജിങ് ദ കിങ്ഷിപ്പ് ഓഫ് ജീസസ്. ഈശോയുടെ കിങ്ഷിപ്പാണ് പറയുന്നത്. അപ്പോൾ ഈശോയുടെ കിങ്ഷിപ്പിനെ കുറിച്ച് പറയുമ്പോൾ അതിനോട് ചേർത്ത് വെക്കുന്നതാണ് മദർ ഓഫ് മൈ ലോഡ്, മദർ ഓഫ് മൈ കിങ്. അതാണ് ഉദ്ദേശിക്കുന്നത്, മദർ ഓഫ് മൈ കിങ്. ആൻഡ് ഹൂ ഈസ് മദർ ഓഫ് മൈ കിങ്? ദ മദർ ഓഫ് ദ കിങ് ഈസ് ക്വീൻ. ദർ ഇസ് നോ ഡൗട്ട്. അത് നമ്മൾ ഓൾറെഡി എസ്റ്റാബ്ലിഷ് ചെയ്തതാണ്. ദാറ്റ്സ് ഹൗ ദ ഡേവിഡ് കിങ്ഡം വർക്ക്സ്. ദാറ്റ്സ് ഹൗ ദ ബിബ്ലിക്കൽ കിങ്ഡം വർക്ക്സ്. അപ്പോൾ ദ മദർ ഓഫ് മൈ ലോഡ് എന്ന് പറയുമ്പം കർത്താവിൻ്റെ അമ്മ, അത് രാജ്ഞിയാണ് ഉദ്ദേശിക്കുന്നത്. കർത്താവ് രാജാവ്, എൻ്റെ കർത്താവ് രാജാവാണ്, അതുകൊണ്ട് അത് രാജാവിൻ്റെ അമ്മ എന്നാണ് ശരിക്കും ഇവിടെ എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞ്. അത് ആ ഒരു എംഫസിസ് വളരെ കൂടുതലാണ്. ഇനി രാജാവ് എന്നുള്ളൊരു ഇത് നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ തന്നെയും ഇത് ദൈവത്തെ സൂചിപ്പിക്കുന്നതാണ്. ഇതിൽ നിന്നാണ് പിന്നെ എന്ത് വരുന്നത്? തെയോട്ടോക്കോസ് എന്ന് പറയുന്നത്. തെയോ എന്ന് പറഞ്ഞ ഗോഡ്, ടോക്കോസ് ദൈവത്തെ ബെയർ ചെയ്യുന്നത്, ദൈവത്തെ വഹിച്ചവൾ എന്ന് പറയുന്നത്. കൗൺസിൽ ഓഫ് എഫേസോസിൽ തെയോട്ടോക്കോസ് എന്ന് പറയത്ത് വിളിക്കാൻ, പിന്നെ അതിൽ നിന്നാണ് ദൈവമാതാവ് എന്നുള്ള ആ ഒരു പ്രയോഗമൊക്കെ കടന്നു വരുന്നത്. അതിലേക്ക് ആ ഒരു കോംപ്ലിക്കേഷനിലേക്ക് വെച്ച് പോകുന്നില്ല, അതെപ്പോഴും പിന്നെ എപ്പോഴും പറഞ്ഞുതരാം. പക്ഷേ ഇതിൽ മനസ്സിലാക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോർട്ടിൽ വിളിക്കുന്ന അല്ലെ രാജാവിനെ വിളിക്കുന്ന പദമായിരുന്നു അദോണായി കീരിയോസ് മൈ ലോഡ് എന്ന് പറയുന്നത്. അപ്പോൾ മദർ ഓഫ് മൈ ലോഡ് എന്ന് പറയുമ്പോൾ രാജാവിൻ്റെ അമ്മ എന്നാണ് വിളിക്കുന്നത്. ആൻഡ് ഹൂ ഇസ് രാജാവിൻ്റെ അമ്മ? രാജാവിൻ്റെ അമ്മ എന്ന് പറയുന്ന ആരാണ്? ദാറ്റ്സ് ക്വീൻ. ദാറ്റ് ഈസ് ദ ക്വീൻ, നോ അതർ ക്വീൻ. അതാണ് ക്വീൻ എന്ന് പറയുന്നത്. അതാണ് അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മയെ ശരിക്കും രാജ്ഞി എന്ന് വിളിക്കുന്നത്. അപ്പം എലിസബത്ത് പരിശുദ്ധ അമ്മയെ രാജ്ഞി എന്നാണ് വിളിച്ചത്. അതിൽ നമുക്ക് പ്രത്യേകിച്ച് സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല. വിസ്തൃതത്തിൽ അതങ്ങനെയാണ്. ഇനി നമ്മൾ പരിശുദ്ധ അമ്മയുടെ രാജ്ഞിപദത്തിൻ്റെ 6ാമത്തെ പ്രധാനപ്പെട്ട ഫൗണ്ടേഷനിലേക്ക് വരികയാണ്. ഓരോന്നും വിശുദ്ധ ഗ്രന്ഥത്തിലെ മുത്തുകളാണ്. നല്ല പ്രാർത്ഥനയോടെ കൃപയോടുകൂടെ കേട്ട് സ്വീകരിക്കുക. അത് പരിശുദ്ധ അമ്മയുടെ മാഗ്നിഫിക്കാത്താണ്, അമ്മയുടെ കീർത്തനമാണ്, സ്തോത്രഗീതമാണ്. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറച്ചിട്ടു, എന്നിട്ട് എളിയവരെ ഉയർത്തി. ഇവിടെ ഉപയോഗിക്കുന്ന പദം ഏതാണ്? സിംഹാസനം എന്നൊരു പദം പരിശുദ്ധ അമ്മ ഉപയോഗിക്കുകയാണ്. നമ്മളിതൊരു ആലങ്കാരികമായിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കും, പക്ഷേ ഇത് ആലങ്കാരികമായിട്ടുള്ളതല്ല. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇതിൽ ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം വെച്ച് അച്ഛൻ പറഞ്ഞുതരാം. ഗ്രീക്കിൽ ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത് ത്രോണോസ് എന്ന് പറയുന്ന പദമാണ്. നമുക്ക് മലയാളത്തിൽ ആ ഒരു പദം, അല്ലെങ്കിൽ ചില മലങ്കര പ്രാർത്ഥനകളിലൊക്കെ അങ്ങനെ ഒരു പദം വരാറുണ്ട്, ത്രോണോസ്. ഓക്കെ, ഈ ത്രോണോസ് എന്നാണ് ശരിക്കും ഗ്രീക്കിൽ ഈ ഒരു പദം ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിനു മുമ്പ് വിശുദ്ധ ഗ്രന്ഥത്തിൽ എവിടെയാണ് ഈ ത്രോണോസ് എന്നുള്ള പദം വരുന്നത്? ഈ ഒരു പദം നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ കാര്യമായിട്ട് കാണുന്നത് ഈ മൊണാർക്കി അല്ലെങ്കിൽ ഈ രാജ്യത്തെ എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പം, സോളമൻ്റെ രാജ്യത്തെ എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോഴാണ് കാണുന്നത്. ഞാൻ ആദ്യം ഒന്ന് വായിച്ചായിരുന്നു. ഒന്ന് രാജാക്കന്മാരുടെ 2ാമത്തെ അധ്യായത്തിൽ ഈ സോളമൻ കയറിയിരിക്കുന്ന സിംഹാസനത്തിൻ്റെ സെപ്റ്റുജിന്ത്, ഈ ഹീബ്രുവിൽ നിന്നും ഗ്രീക്കിലേക്ക് പരിഭാഷ ചെയ്യപ്പെട്ട, അതായത് വിശുദ്ധ ലൂക്കയൊക്കെ ഈ വിശുദ്ധ ഗ്രന്ഥം എഴുതാൻ ഉപയോഗിച്ച ആ സെപ്റ്റുജിന്തിൽ ഉപയോഗിക്കുന്ന പദമാണ് ത്രോണോസ് എന്ന് പറയുന്നത്. ഇനി ബേത്ശേബ ഈ സോളമനെ കാണാനായിട്ട് വന്നല്ലോ. ഇദ്ദേഹത്തെ കാണാനായിട്ട് വന്ന സമയത്ത് ഈ സോളമൻ ഇദ്ദേഹത്തിൻ്റെ വലത്തുവശത്തായിട്ട് ബേത്ശേബയ്ക്കായിട്ട് ഒരു സിംഹാസനം ഒരുക്കി. അതിനായിട്ട് ഉപയോഗിക്കുന്ന പദവും ത്രോണോസ് എന്ന് തന്നെയാണ്. അതായത് 2 ത്രോണോസാണ് നമ്മൾ കാണുന്നത്. ഒന്ന് ത്രോണോസ് ആർക്ക് വേണ്ടി? അത് സോളമൻ രാജാവിന് വേണ്ടിയുള്ള ത്രോണോസ്. 2 രാജാവിൻ്റെ വലത്തുവശത്ത് വീണ്ടും ത്രോണോസ്, എന്നുവെച്ചാൽ സിംഹാസനം. അത് ആർക്ക് വേണ്ടി? രാജാവിൻ്റെ അമ്മയ്ക്ക് വേണ്ടി. ഇത് നമ്മൾ ആദ്യം കണ്ടാണ്. അപ്പം കിങ്ഡം എസ്റ്റാബ്ലിഷ് ചെയ്തപ്പം ഓൾറെഡി എന്ത് ചെയ്തു? ഈ കിങ്ഡത്തിൽ രാജാവിന് വേണ്ടിയും രാജ്ഞിക്ക് വേണ്ടിയും ഓരോ ത്രോണോസ് വെച്ച് ഒരുക്കപ്പെട്ടു. ഇനി ഈ സിംഹാസനം ബാബിലോൺ എക്സൈലിലൂടെ തകർക്കപ്പെടുകയാണ്. ഈ ത്രോണോസ് തകർക്കപ്പെടും. ഇത് തകർക്കപ്പെട്ട് കഴിഞ്ഞപ്പം അല്ലെങ്കിൽ തകർക്കപ്പെടുന്നതിനെക്കുറിച്ച് ജെറമിയയാണ് പ്രവചനം നടത്തുന്നത്. ഈ പ്രവചനം നടത്തിയപ്പം ഈ ത്രോണോസിൽ നിന്ന് ഇവരെ താഴെ ഇറക്കി. അതാണ് ഇപ്പോൾ പരിശുദ്ധ അമ്മ ഇപ്പോൾ പറയുന്നത് പറഞ്ഞ് ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറച്ചിട്ടു, എന്നിട്ട് എളിയവരെ ഉയർത്തി എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ത്രോണോസ് എന്താണെന്നാണ് ഇപ്പോൾ പറയുന്നത്. ഇപ്പോൾ ഈ ത്രോണോസ് ഞാൻ പറഞ്ഞു, അത് ദാവീദിൻ്റെ സിംഹാസനവും, അതായത് സോളമൻ്റെ സിംഹാസനവും സോളമൻ്റെ അമ്മയുടെ രാജ്ഞിയുടെ സിംഹാസനമാണ്, രാജാവിൻ്റെയും രാജ്ഞിയുടെയും സിംഹാസനമാണെന്ന് നമ്മളിപ്പോൾ കണ്ടു. ഇനി ഇതിൽ നിന്ന് മറിച്ചിട്ടത് ആരെയാണെന്ന് മനസ്സിലാക്കാനായിട്ട് നമ്മൾ ജെറമിയായുടെ പ്രവചനം എടുക്കുകയാണ്. ഈ ജെറമിയായുടെ പ്രവചനത്തിൻ്റെ 13-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യം അച്ഛനൊന്ന് വായിക്കണം. രാജാവിനോടും രാജമാതാവിനോടും പറയുക. നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് സിംഹാസനം എന്താണെന്ന് കണ്ടു, ആരെയാണ് ഈ സിംഹാസനത്തിൽ താഴെ ഇറക്കിയതാണ്. രാജാവിനോടും രാജമാതാവിനോടും പറയുക, സിംഹാസനത്തിൽ നിന്ന് താഴെ ഇറങ്ങുക, നിങ്ങളുടെ മഹത്തായ കിരീടം നിങ്ങളുടെ ശിരസിൽ നിന്നും താഴെ വീണിരിക്കുന്നു. വെറുതെ രാജാവിനെ അവിടെ നിന്ന് ഇറക്കി വിടുകയല്ല ചെയ്യുന്നത്. നമ്മൾ ഓർത്തേക്ക്. അപ്പം സോളമൻ്റെ കാലം തൊട്ട് ബാബിലോൺ എക്സൈലിൽ വരുന്നിടം വരെ 2 സിംഹാസനമുണ്ട്, ഒന്ന് രാജാവിനും 2 രാജമാതാവിനും. ഇപ്പം ബാബിലോൺ എക്സൈലിന് തൊട്ട് മുമ്പ് ഉള്ള വചനം, ദൈവത്തിൻ്റെ വചനം പ്രവാചകനായ ജെറമിയായിലൂടെ പറയാണ്, രാജാവിനോടും രാജമാതാവിനോടും പറയുക, സിംഹാസനത്തിൽ നിന്ന് താഴെ ഇറങ്ങുക, ഈ ത്രോണോസിൽ നിന്നും എന്ത് ചെയ്യുക, താഴേക്ക് ഇറങ്ങിക്കൊള്ളാനായിട്ട് പറയുകയാണ്. അപ്പോൾ ഇതങ്ങനെ പോയി. അതിനുശേഷം ഈ രാജ്യം പൂർണ്ണമായിട്ടും പുനഃസ്ഥാപിക്കപ്പെട്ടില്ല. ഇപ്പോൾ ഒരു രാജഭരണം നല്ല രീതിയിൽ പിന്നെ ഇസ്രായേലിൽ ഉണ്ടായിട്ടില്ല. പിന്നീടാണ് പരിശുദ്ധ അമ്മയുടെയൊക്കെ വന്ന് ദൂതം വന്നിട്ട് പറയുകയാണ്,
ദാവീദിൻ്റെ സിംഹാസനം അവന് കൊടുക്കും. ലൂക്ക 1-ാമത്തെ അധ്യായത്തിൽ നമ്മൾ നേരത്തെ കണ്ടാണ്. അതിനുപയോഗിക്കുന്ന ഏത് പദമാണ്? ഈ ത്രോണോസ് എന്ന് പറയുന്നത് അതേ പദം തന്നെയാണ്. ഈ ത്രോണോസ് എന്ന് ഇപ്പോൾ നമ്മൾ കണ്ട എന്താണ് ഈ ത്രോണോസ് എന്ന് കണ്ടില്ലേ? ഈ സിംഹാസനം, ഇതേ പദം തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതാ ഈ സിംഹാസനം റിസ്റ്റോർ ചെയ്യപ്പെടാനായിട്ട് പോവുകയാണ്. അപ്പോൾ അവിടുന്ന് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ശരിക്കും പ്ലൂറലാണ്. പരിശുദ്ധ അമ്മ പറയുന്നത് എന്താണ്? ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറച്ചിട്ടു, എന്നിട്ട് എളിയവരെ ഉയർത്തി. അപ്പം ഈ ത്രോണോസ് സോളമൻ രാജാവിനും രാജ്ഞിക്കും വേണ്ടി സ്ഥാപിച്ചു. ബാബിലോൺ എക്സൈലിൻ്റെ കാലത്ത് ദൈവം ആ സിംഹാസനത്തിൽ നിന്ന് അവരെ തട്ടിമറിച്ചിട്ടു. സിംഹാസനം തട്ടിമറിച്ചില്ല, സിംഹാസനത്തിൽ നിന്ന് അവരെ തട്ടിമറിച്ചു. ആ രാജാവിനും രാജ്ഞിയും കളഞ്ഞു. പരിശുദ്ധ അമ്മയുടെ അടുത്ത് ദൂതം വന്നിട്ട് പറയുന്നു, ഈ സിംഹാസനം എന്നേക്കുമായിട്ട് റിസ്റ്റോർ ചെയ്യുമെന്ന് പറയുന്നു. അപ്പം 1:52 ആരെയാണ് ഈ സിംഹാസനത്തിൽ കയറ്റിയിരുത്തുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ഉപയോഗിക്കുന്നതാണ് എളിമയുള്ളവരെ ഉയർത്തി എന്നാണ്. ഇതാരാണ് ഈ എളിമയുള്ളവർ? അപ്പം നമുക്ക് വേണേൽ പറയാം, അത് പരിശുദ്ധ അമ്മയെന്നല്ല, വേറെ ആരും ഉയർത്തിയതിൻ്റെ സൂചനയായിട്ടാണെന്ന് നമുക്ക് വേണേൽ പറയാം. സിംഹാസനത്തിൽ ആരെയും കയറ്റിയിരുത്തി. അപ്പോൾ ഇത് പ്ലൂറലാണ്, എളിമയുള്ളവരെ ഉയർത്തി എന്നാണ് പറയുന്നത്. ഈ എളിമയുള്ളവർ ആരാണെന്ന് മനസ്സിലാവണമെങ്കിൽ നമ്മൾ വീണ്ടും തിരിച്ചു വരണം. അതായത് ഈ മാഗ്നിഫിക്കാത്ത അമ്മ തുടങ്ങുമ്പം ഒരു 3-4 വാക്യങ്ങൾക്ക് മുമ്പ് അമ്മ ഒരു കാര്യം പറയുന്നുണ്ട്. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. അപ്പോൾ ഈ ദാസിയുടെ എന്ന് പറഞ്ഞ് ഈ ദാസിയുടെ താഴ്മ, ഈ താഴ്ന്ന ആൾക്കാർ, ഈ എളിമയുള്ളവർ, ഇതിനുവേണ്ടി ഉപയോഗിക്കുന്ന താപ്പൈനോസ് എന്ന് പറയുന്ന ഗ്രീക്ക് പദമാണ്. ഇതേ പദം തന്നെയാണ് ഈ 52-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറച്ചിട്ടു, എളിയവരെ ഉയർത്തി. ആ സിംഹാസനത്തിൽ മറച്ചിട്ടിട്ട് ആരെ ഉയർത്തിയത്? താപ്പൈനോസ്, എളിമയുള്ളവരെയാണ് ഉയർത്തിയത്. ഇതേ പദമാണ് അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മ. മലയാളത്തിൽ രണ്ടും 2 വാക്കാണ്, ഒന്ന് എളിമയുള്ളത്, മറ്റേത് താഴ്മയുള്ളത്. പക്ഷേ ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന സെയിം വാക്കാണ് താപ്പൈനോസ്. അപ്പോൾ അമ്മ പറയാണ് താപ്പൈനോസ്, ഞാൻ എളിമയുള്ള ആളാണ്. പിന്നത്തെ വാക്യത്തിൽ പറയുന്നു എളിമയുള്ളവരെയാണ് ഉയർത്തിയത്. അതിൻ്റെ അർത്ഥം എന്താണ്? പഴയ സിംഹാസനത്തിൽ നിന്ന് രാജാവിനെയും രാജമാതാവിനെയും തട്ടിക്കളഞ്ഞിട്ട് ലൂക്ക 1-ാമത്തെ അധ്യായത്തിൽ ഗബ്രിയേൽ മാലാഖ വന്നു പറഞ്ഞ ഈ സിംഹാസനത്തിലേക്ക് ഇതാ ഈ മകനെയും ഈ മകൻ്റെ അമ്മയെയും ഇതാ ഉയർത്തി പുതിയ സിംഹാസനം സ്ഥാപിക്കുന്നു, പുതിയ രാജ്യം സ്ഥാപിക്കുന്നു എന്നുള്ളതാണ്. ഇത് പ്ലൂറലാണെന്ന് ഞാൻ പറഞ്ഞത്. ഇത് ഈശോയും കൂടെ സൂചിപ്പിക്കുന്നുണ്ട്. കാരണം ഫിലിപ്പിയരുടെ ലേഖനത്തിൽ ഈശോയുടെ താഴ്മയെക്കുറിച്ച് സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നു ഇതേപോലെ തന്നെ ശൂന്യവൽക്കരണം, കെനോസിസ്. അപ്പോൾ ഈശോയെ താഴേക്ക് ഇറങ്ങി, അതിനുശേഷം എന്ത് ചെയ്യാണ്? ഈശോ അവിടുന്ന് അത്യധികമായി അവനെ ഉയർത്തി എന്നാണ് നമ്മൾ ഫിലിപ്പിയരിൽ വായിക്കുന്നത്. അപ്പം രാജ്യത്വം കൊടുത്തു, ആധിപത്യം കൊടുത്തു. ഈശോയോട് ചേർന്ന് പരിശുദ്ധ അമ്മയ്ക്കും ആ ഒരു ത്രോണോസ് കൊടുക്കുകയാണ്. അപ്പം നിങ്ങളൊന്ന് ഓർത്ത് നോക്കി, എത്രയും മനോഹരമായിട്ടാണ് ദൈവം ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നത്. സോളമൻ 2 സിംഹാസനം സ്ഥാപിക്കുന്നു. സോളമനും സോളമൻ്റെ അമ്മയ്ക്കും രാജാവിനും രാജ്ഞിക്കും വേണ്ടിയുള്ളത്. അത് ബാബിലോൺ എക്സൈൽ വരെ തുടരുന്നു. ബാബിലോൺ എക്സൈലിൻ്റെ സമയത്ത് ദൈവം അത് പുറത്താക്കുന്നു. പിന്നെ ഇതാ ഈ അനൺസിയേഷൻ്റെ സമയത്ത് പരിശുദ്ധ അമ്മയിലൂടെയും ഈശോയിലൂടെയും അത് വീണ്ടും ഇതാ പുനഃസ്ഥാപിക്കുന്നു. എത്ര മനോഹരമായിട്ടാണ് ദൈവം ഈ കാര്യങ്ങൾ ചെയ്യുന്നത്, എത്ര മനോഹരമായിട്ടാണ് ദൈവം ചെയ്യുന്നത്. ഇതെല്ലാം പരിശുദ്ധ അമ്മയുടെ രാജ്യത്വത്തിൻ്റെ അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയ്ക്ക് ഇത് കൊടുത്ത രാജ്ഞിപദത്തിൻ്റെ വിശുദ്ധ പ്രകടമായ തെളിവുകളാണ്. വി കനോട്ട് ഡിനൈ ദിസ്. എല്ലാ തലമുറകളും എന്നെ ഭാഗ്യം എന്ന് വിളിക്കുന്നു എന്ന് വചനം പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഷീസ് ദ ക്വീൻ. എളിമയുള്ള ദൈവം ഉയർത്തിയ ക്വീനാണ് പരിശുദ്ധ അമ്മ എന്ന് പറയുന്നത്. സ്നേഹമുള്ളവരെ, ഇനി നമ്മൾ 7-ാമത്തെ പോയിന്റിലേക്ക് വരികയാണ്. അത് നമുക്ക് വെളിപാടിൻ്റെ പുസ്തകത്തിലാണ് നമ്മൾ കാണുന്നത്. വെളിപാടിൻ്റെ പുസ്തകത്തിൻ്റെ 11-ാമത്തെ അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം എടുക്കാം. വെളിപാട് 11:15 നമ്മൾ ഒരു 3-4 സ്റ്റെപ്പുകളായിട്ട് അച്ഛനെ നമുക്ക് പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഒന്നാമത്തെ കാര്യം, ഒരു റെയിൻ അനൗൺസ് ചെയ്യാണ്. ഇതാ രാജ്യത്വം ആഗതമായിരിക്കുന്നു, ഇതാ ഭരണം ആഗതമായിരിക്കുന്നു. 7-ാമത്തെ ട്രംപറ്റ് ബ്ലോ ചെയ്യാണ്. ഞാനതൊന്ന് വായിക്കാം. ലോകത്തിൻ്റെ ഭരണാധികാരം നമ്മുടെ കർത്താവിൻ്റേതും അവിടുത്തെ അഭിഷിക്തൻ്റേതുമായിരിക്കുന്നു, അവിടുന്ന് എന്നേക്കും ഭരിക്കും. അപ്പോൾ എന്നേക്കുള്ള ഒരു ഭരണം, ഒരു റെയിൻ, നമ്മൾ ഇത്രയും നേരമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ആ ഒരു ഭരണം ഇതാഗതമായിരിക്കുന്നു. അപ്പോൾ ഒരു ഭരണം അനൗൺസ് ചെയ്യാണ്. ഒരു ഭരണം അനൗൺസ് ചെയ്തു. 15 ഭരണം അനൗൺസ് ചെയ്തു. ഇനി അടുത്തത് 12:1. അതോടൊപ്പം തന്നെ ഒരു രാജ്ഞി പ്രത്യക്ഷപ്പെടുക. ഇതാ സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ, ഒരു രാജ്ഞി പ്രത്യക്ഷപ്പെടുകയാണ്. അപ്പോൾ ഒരു ഭരണം അനൗൺസ് ചെയ്തു, ദൈവം രാജാവായിട്ട് ഭരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഭരണം അനൗൺസ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഒരു രാജ്ഞിയെ പ്രത്യക്ഷപ്പെടുന്നു. നമുക്കറിയത്തില്ല രാജ്ഞി സ്ത്രീയെ ഇസ്രായേലാണോ മറിയോ ആണോ സഭയോ ഒന്നും നമുക്കറിയത്തില്ല. ഒരു രാജ്ഞി പ്രത്യക്ഷപ്പെടുന്നു. ഇനി 3-ാമത്തേത് നമ്മൾ നോക്കുകയാണ്, ഇത് ആരായിരിക്കാം ഈ ഭരിക്കുന്നയാൾ, ഈ രാജാവ് ആരായിരിക്കാം നോക്കുകയാണ്. അത് 12-ന്റെ 5-ാമത്തെ വാക്യത്തിലാണ് ഈ ഭരിക്കുന്ന ആരാണെന്ന് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഈ സ്ത്രീ ഒരാൺകുട്ടിയെ പ്രസവിച്ചു, സകല ജനപദങ്ങളെയും ഇരുമ്പ് കൊണ്ട് ഭരിക്കാനുള്ളവനാണ് അവൻ. സകല ജനപദങ്ങളെയും ഇരുമ്പ് കൊണ്ട് ഭരിക്കാൻ സാധിക്കുന്ന കഴിവുള്ള ഒരു ആൺകുട്ടിയാണ് പ്രസവിച്ചത്. അതൊരു കളക്റ്റീവ് ഗ്രൂപ്പാണോ, അല്ലെങ്കിൽ കുറേ ആൾക്കാർ ചേർന്ന് ഒരുമിച്ചുള്ള ഒരാൾക്കാരാണോ? അല്ല, അതൊരു ഇൻഡിവിജ്വലാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതെന്തിൻ്റെ പൂർത്തീകരണമാണ്? സങ്കീർത്തനം 2:9. 2-ാം സങ്കീർത്തനം വിളിക്കപ്പെടുന്നത് മെസ്സിയാനിക് സാം എന്നാണ്. രാജാവിൻ്റെ സ്ഥാനാരോഹണമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഉള്ള ഒരു സങ്കീർത്തനമാണ് 2-ാം സങ്കീർത്തനം. അപ്പോൾ ഈ 2-ാം സങ്കീർത്തനത്തിൻ്റെ 9-ാമത്തെ വാക്യമാണ്, ഇരുമ്പ് ദണ്ടുകൊണ്ട് ഞാൻ അവനെ തകർക്കും, സകല ജനങ്ങളെയും ഇരുമ്പ് ദണ്ടുകൊണ്ട് ഭരിക്കാനുള്ളവനാണ് അവൻ. മൺപാത്രത്തെ എന്ന പോലെ ഞാൻ അവരെ തച്ചുടയ്ക്കും, ഇരുമ്പ് ദണ്ടുകൊണ്ട് ഞാൻ അവനെ തകർക്കും. ഇപ്പോൾ ഈ വേർഡ്സ് ഐഡൻറ്റിക്കലാണ്. അതായത് ദാവീദിൻ്റെ ക്രമത്തിലുള്ള പുതിയൊരു രാജാവിൻ്റെ ഭരണം എന്നേക്ക് നിലനിൽക്കുന്ന ഭരണത്തെക്കുറിച്ചാണ്
വെളിപാടിൻ്റെ പുസ്തകം 11-ാമത്തെ അധ്യായത്തിൻ്റെ 15 തൊട്ട് വെളിപാടിൻ്റെ പുസ്തകം 12-ാമത്തെ അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം വരെ കാണുന്നത്. അപ്പോൾ ഈ ശിശു ആരാണ്? ദാവീദിൻ്റെ ഭവനത്തിൽ നിന്ന് വന്ന ഈ ഒരു ആൺകുട്ടിയാണ്. ഇതൊരു ഇൻഡിവിജ്വൽ പേഴ്സണാണ്. ഈ പേഴ്സണാണ് ഇനി രാജാവായിട്ട് ഭരിക്കാനായിട്ട് പോകുന്നത്. ഇനി നമുക്ക് അടുത്ത പ്രശ്നം, അതായത് ഇത് രാജാവാണ്, അത് ശരിക്കും ഈശോയാണ്, നമുക്കതിൽ സംശയമില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ സ്ത്രീ ആരാണ്? ഈ രാജ്ഞി ആരായിരിക്കണം? നമ്മളൊരു നേരത്തെ ഒരു സ്ട്രക്ചറൽ നെസസിറ്റിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞായിരുന്നു. അതായത് ഇത് ദാവീദിൻ്റെ ഭവനമാണെങ്കിൽ, ദാവീദിൻ്റെ കിങ്ഡം ആണെങ്കിൽ അതിൻ്റെ സൂചന ഇതിലുണ്ട്, ഈ 5-ാമത്തെ വാക്യത്തിലുണ്ട്. കാരണം ദാവീദ് രാജാക്കന്മാർ കൊറോണേഷൻ നടത്തുമ്പോൾ അതിനെ സൂചിപ്പിക്കുന്ന ആ അതോറിറ്റി കൊടുക്കുന്ന സങ്കീർത്തന ഭാഗമാണ് 2-ാം സങ്കീർത്തനം. അതാണ് ഇവിടെ കോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ ബാബിലോൺ എക്സൈൽ വരെ ഉണ്ടായിരുന്ന ആ രാജമാതാവിൻ്റെ സ്ഥാനം, ആ വേക്കൻ്റ് സ്ഥാനം അതുണ്ടാവണം. അപ്പോൾ അത് ഒരാളായിരിക്കണം. ഇതൊരു ഇൻഡിവിജ്വൽ കിങ് ആണ്. അപ്പോൾ ആ സ്ഥാനം ഏറ്റെടുക്കുന്നത് ആരായിരിക്കണം? ഒരു ഇൻഡിവിജ്വൽ പേഴ്സൺ ആയിരിക്കണം. അപ്പോൾ നമ്മളിവിടെ സ്ത്രീയുടെ പ്രത്യേകത നോക്കുമ്പോൾ ശിരസിൽ 12 നക്ഷത്രം കൊണ്ടുള്ള കിരീടം. അപ്പോൾ ഉടനെ നമ്മൾ പറയണം, 12 നക്ഷത്രങ്ങൾ എന്താ സൂചിപ്പിക്കുന്നത്? അത് ശരിക്കും 12 ഗോത്രങ്ങളല്ലേ. അപ്പോൾ ഈ 12 നക്ഷത്രങ്ങൾ സൂചിപ്പിക്കുന്നത് ഇസ്രായേലാണ്. അപ്പോൾ ഇസ്രായേൽ ആയതുകൊണ്ട് അത് ഇൻഡിവിജ്വൽ അല്ല, അതൊരു കളക്റ്റീവാണ്, ഇസ്രായേലിനെയാണ് സൂചിപ്പിക്കുന്നതെന്ന്. പക്ഷേ ആയിക്കോട്ടെ, ഇസ്രായേൽ നേഷനെയാണ് സൂചിപ്പിക്കുന്നത്, അത് സമ്മതിച്ചു, അത് സഭയും അംഗീകരിക്കുന്നു, സഭയുടെ വ്യാഖ്യാനത്തിൽ അതുണ്ട്. പക്ഷെ അത് ഇസ്രായേലിനെയാണ് സൂചിപ്പിക്കുന്നത് എങ്കിൽ തന്നെയും ഇസ്രായേലിന് എങ്ങനെയാണ് ഗബ്ബീറയാവാൻ പറ്റുന്നത്? ഇത് ദാവീദിൻ്റെ ഭവനത്തിൻ്റെ രാജാവാണ്, എല്ലാവരും ഇരുമ്പ് കൊണ്ടുകൊണ്ട് നടക്കുന്ന എന്നേക്കും നിലനിൽക്കുന്ന രാജ്യമാണ്, ഈ രാജ്യത്തിൻ്റെ രാജാവാണ്. പക്ഷേ ഈ രാജാവിനൊരു രാജ്ഞി വേണം. ഇത്രയും കാലത്ത് ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ ദ നേഷൻ ഓഫ് ഇസ്രായേൽ വാസ് നെവർ ബീൻ ദ ക്വീൻ. നമുക്ക് അങ്ങനെ അഡ്രസ്സ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഉദാഹരണത്തിനൊരു ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ രാജഭരണമില്ല എങ്കിലും യു കെയിലാണല്ലോ രാജാവിനെ കുറിച്ച് അങ്ങനെ ഇത് പറയുന്നത്. ഇപ്പോൾ യു കെയിൽ ക്വീനുണ്ട്, രാജ്ഞിയുണ്ട്. യു കെക്ക് ഒരിക്കലും യു കെയിലെ ക്വീനാവാൻ പറ്റില്ല. യു കെയിലുള്ള ഒരു വ്യക്തിക്ക്, അധികാരമുള്ളൊരു വ്യക്തിക്ക് മാത്രമേ എന്താവാൻ പറ്റുള്ളൂ? യു കെ എന്ന് പറയുന്ന രാജ്യത്തിലെ ക്വീനാവാൻ പറ്റുള്ളൂ. അപ്പോൾ അതുപോലെ ഇത് ഇസ്രായേലാണ്. ഈ 12-നെ സൂചിപ്പിക്കുന്ന ഇസ്രായേൽ ആണെങ്കിൽ തന്നെയും പരിശുദ്ധ അമ്മേനെ അവിടെ നിഷേധിക്കാൻ പറ്റില്ല, ഒരു ഇൻഡിവിജ്വൽ പേഴ്സണെ നിഷേധിക്കാൻ പറ്റില്ല. ഒന്ന്, കാരണം ഈ പറയുന്ന രാജാവ് ഇതൊരു കളക്റ്റീവ് പീപ്പിളാണോ? അല്ല, ഇതൊരു ഇൻഡിവിജ്വൽ പേഴ്സണാണ്. ഇതൊരു ഇൻഡിവിജ്വൽ പേഴ്സൺ ആണെങ്കിൽ ഈ പേഴ്സണെ നൽകിയത് ഒരു ഇൻഡിവിജ്വൽ സ്ത്രീയുടെ സാന്നിധ്യം അവിടെ ഉണ്ട്. ഇൻഡിവിജ്വൽ സ്ത്രീയുടെ എന്ന് വെച്ചാൽ ഒരു അമ്മ അവിടെ ഉണ്ട്. ഈ രാജാവിനൊരു അമ്മയുണ്ട്, ഇൻഡിവിജ്വലായിട്ടൊരു അമ്മയുള്ളപ്പം ആ അമ്മേനെ, എനിക്ക് അമ്മേനെ ഇഷ്ടമല്ലാത്തതുകൊണ്ട് അമ്മേനെ തട്ടിക്കളഞ്ഞ് ഇസ്രായേലിനെ അവിടെ കയറ്റി വെക്കാമെന്ന് പറഞ്ഞാൽ പറ്റില്ല. അത് ബിബ്ലിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ എതിരാണത്. കാരണം അവിടെ ഒരു ഇൻഡിവിജ്വൽ പേഴ്സൺ അവിടെ ഉണ്ട്. ആ പേഴ്സണാണ് മറിയം. അതെല്ലാവർക്കും എവിഡൻ്റ് ആണ്. ആ മറിയമാണ് രാജ്ഞി, അതിലൊരു സംശയമില്ല. ഇതാണ് ഇപ്പോൾ 7-ാമത്തെ ഫൗണ്ടേഷൻ. വെളിപാടിൻ്റെ പുസ്തകം 11-ാമത്തെ അധ്യായത്തിൻ്റെ 15 തൊട്ട് വെളിപാടിൻ്റെ പുസ്തകം 12-ാമത്തെ അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം വരെ കാണപ്പെടുന്ന എന്നേക്കും ഭരിക്കുന്ന ഒരു പുതിയ രാജാവുണ്ട്. ഈ രാജാവ് ഒരു ഇൻഡിവിജ്വൽ വ്യക്തിയാണ്. ആ രാജാവ് ഒരു ആൺകുട്ടിയാണെന്ന് വളരെ കൃത്യമായിട്ട് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ആ രാജാവിനെ പ്രസവിച്ച ഒരമ്മയുണ്ട്. ഇനി ആ രാജാവ് ഡേവിഡ് കിങ്ഡത്തെ പ്രതിദാനം ചെയ്താണ് നിൽക്കുന്നതെങ്കിൽ, ആ കിങ്ഡത്തെയാണ് കണ്ടിന്യൂ ചെയ്യുന്നതെങ്കിൽ ആ രാജാവിനൊരു അമ്മയുണ്ട്. ആ രാജാവിൻ്റെ അമ്മ സ്വാഭാവികമായിട്ടും ഗബ്ബീറയായിരിക്കണം, രാജ്ഞിയായിരിക്കണം. ഇല്ലെങ്കിൽ ഇറ്റ്സ് അഗെയിൻസ്റ്റ് ദ ബേസിക് സ്ട്രക്ചർ ഓഫ് ദ ബൈബിൾ നൽകിയിരിക്കുന്ന രാജ്യത്വത്തിനും ആ അധികാരക്രമത്തിനും നൽകിയിരിക്കുന്ന ബേസിക് സ്ട്രക്ചറിനെതിരാണത്. അപ്പോൾ നമുക്ക് അങ്ങനെ ബിബ്ലിക്കൽ സ്ട്രക്ചറുകളെ നമുക്ക് തച്ചുടച്ചിട്ട് നമ്മുടെ പേഴ്സണൽ ബിലീഫ് കൊണ്ടുപോകാൻ പറ്റില്ല. സോ ഇറ്റ്സ് എ ബിബ്ലിക്കൽ സ്ട്രക്ചർ. സോ ഹോൾഡ് ഓൺ ടു ഇറ്റ്. ഇറ്റ്സ് എ ബിബ്ലിക്കൽ സ്ട്രക്ചർ. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമുക്ക് 8-ാമത്തെ പോയിന്റിലേക്ക് പോകാം. പരിശുദ്ധ അമ്മയുടെ രാജ്യത്വത്തെ ഒന്ന് കൃത്യമായിട്ട് ഇച്ചിരി കൂടെ നല്ലപോലെ മനസ്സിലാക്കാനായിട്ട്. സ്നേഹമുള്ളവർ, ഇനി നമ്മൾ 8-ാമത്തെ ഫൗണ്ടേഷനിലേക്ക് വരികയാണ്. അത് വെളിപാടിൻ്റെ പുസ്തകം തന്നെ നമ്മൾ വ്യാഖ്യാനിക്കുന്നു. വെളിപാടിൻ്റെ പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം, ഇതാ സൂര്യനെ ഉടയാടെ ആക്കിയിരിക്കുന്ന സ്ത്രീ. വിശുദ്ധ യോഹന്നാൻ അപ്പസ്തോലൻ ഇവിടെ ഒരു കോർട്ട് ലാംഗ്വേജ് കൊണ്ടുവരികയാണ്. സൂര്യനെ ഉടയാടെയാക്കിയിരിക്കുന്ന സ്ത്രീ, ശിരസിൽ 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പം ദിസ് ഈസ് ആൻ അറ്റ്മോസ്ഫിയർ ഓഫ് ദ കോർട്ട്. കാരണം ഓൾറെഡി കിങ് വന്നു. 11:15 രാജാവിനെ കുറിച്ച് ഓൾറെഡി പറഞ്ഞു. അപ്പം അങ്ങനെ രാജാവ് വന്നു കഴിയുമ്പോൾ പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നെക്സ്റ്റ് പൊസിഷനിൽ വരേണ്ടത് ആരാണ്? ക്വീനാണ്. അപ്പം ഇവിടെ ഒരു രാജ്ഞിയെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു കോർട്ട് ലാംഗ്വേജ് ആണ് പറയുന്നത്. അതിലുപയോഗിക്കുന്ന സൂര്യനെ ഉടയാടെയാക്കിയതാണ് പറയുന്നത്. ഇത് പെട്ടെന്ന് വായിക്കുമ്പോൾ ഒരു യഹൂദന് പെട്ടെന്ന് ഇത് കണക്റ്റ് ആവുന്നത് സങ്കീർത്തനം 45 സങ്കീർത്തനം 45 രാജാവിൻ്റെ രാജകീയ വിവാഹത്തെക്കുറിച്ച് പറയുന്ന ഇതിൽ ഓഫീർ സ്വർണ്ണമണിഞ്ഞ രാജ്ഞി രാജാവിൻ്റെ വലത്തുവശത്ത് നിൽക്കുന്നു. ഇപ്പോൾ രാജാവിൻ്റെ വലത്തുവശത്ത് നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് ഓൾറെഡി ഗബ്ബീറയാണെന്നുള്ളത് നമ്മൾ കണ്ടായിരുന്നു. അങ്ങനെ ഒരു പൊസിഷനാണ് കൊടുത്തിരുന്നത്. അപ്പോൾ രാജാവിൻ്റെ വലത്തുവശത്ത് ഓഫീർ സ്വർണ്ണമണിഞ്ഞ് രാജ്ഞി നിൽക്കുന്നു എന്ന് പറയുമ്പം ഷീസ് ഇൻ ഫുൾ ഓഫ് ഗ്ലോറി, അതാണ് ഈ സ്വർണ്ണം അണിഞ്ഞ് നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു അർത്ഥം. അപ്പം ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ ശരിക്കും ഈ സൂര്യനെ സൂചിപ്പിക്കുന്നത്
സ്വർണത്തെ സൂചിപ്പിക്കാൻ വേണ്ടി, അതായത് സ്വർണത്തെക്കാളും ഗ്ലോറിയസ് ആണ്. ആ സങ്കീർത്തനം 45 പറഞ്ഞിരിക്കുന്ന ആ രാജ്ഞിയെക്കാളും ഗ്ലോറിയസ് ആണ് ഇവിടെ ഇതാ ഈ 11:15 രാജാവ് വന്നതിന് ശേഷം വന്നിരിക്കുന്ന ഈ രാജ്ഞി എന്ന് പറഞ്ഞ് ഈ രാജ്ഞിയെ ശരിക്കും വിശുദ്ധ യോഹന്നാൻ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരികയാണ്. ആ ലാംഗ്വേജ് ഇസ് ദ ലാംഗ്വേജ് ഓഫ് ദ കോർട്ട്. ഒരു രാജ്യം ഉണ്ട്, രാജ്യം ആഗതമായിരിക്കുന്നു, ഇതാ രാജ്ഞി വന്നിരിക്കുന്നു, ഈ രാജ്ഞി ഇതാ സ്വർണം കൊണ്ട് അണിഞ്ഞിരിക്കുന്നു എന്നൊക്കെ പറയുമ്പം അതാണ് സൂചിപ്പിക്കുന്നത്. ഇനി ഒരു കാര്യമെന്ന് വെച്ചാൽ മലാക്കി 4:2 നമ്മൾ കാണുന്നത് ഈശോ നീതി സൂര്യനാണെന്ന് പറയുന്നത്. അപ്പോൾ ഈശോയെക്കുറിച്ചാണ് ശരിക്കും ഈ സൂര്യൻ എന്നുള്ള പരാമർശം നൽകുന്നത്. അപ്പോൾ അമ്മ സൂര്യനെ അണിഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ സ്ത്രീ സൂര്യനെ അണിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കംപ്ലീറ്റ്ലി എൻവലപ്ഡ് ഇൻ ക്രൈസ്റ്റ് എന്നുള്ളതാണ്. ടു പുട്ട് ഓൺ ക്രൈസ്റ്റ് എന്നൊക്കെ നമ്മൾ വിശുദ്ധ പൗലോസിൽ പറയാറുണ്ടല്ലോ, ഈശോയെ ധരിക്കുക എന്നുള്ളത്. അപ്പം ഈ പരിശുദ്ധ അമ്മ അല്ലെങ്കിൽ ഈ സ്ത്രീ എന്ന് പറയുന്നത് എന്താണ്, പൂർണ്ണമായിട്ട് ഈശോയെ ധരിച്ചിരിക്കുകയാണ്. അത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചൊരു കാര്യമാണ്. അമ്മയ്ക്ക് അമ്മയിൽ തന്നെ ഒരു ഗ്ലോറി ഇല്ല, അത് അമ്മ ക്ലെയിം ചെയ്യുന്നില്ല. അമ്മയുടെ ഗ്ലോറി എന്താണ്? അമ്മ ആക്ച്വലി ഷീ ഈസ് പാർട്ടിസിപ്പേറ്റിംഗ് ദ കിങ്ഷിപ്പ് ഓഫ് ജീസസ്, ദ റോയൽറ്റി ഓഫ് ജീസസ്. ഈശോയുടെ രാജ്യത്വത്തിൽ അമ്മ പങ്കുചേരുന്നതുകൊണ്ടാണ് അമ്മയ്ക്ക് രാജ്ഞി ആവാനായിട്ട് പറ്റുന്നത്. അപ്പം ഈശോയെ ധരിച്ചിരിക്കുന്ന പറഞ്ഞാൽ അമ്മയുടെ ഗ്ലോറി എന്ന് പറയുന്നത് ഈശോയാണ്. അതുകൊണ്ടാണ് അത് ഈ സിയോൻ പുത്രി കർത്താവ് നിന്റെ മധ്യയുണ്ട് എന്ന് സെഫാനിയാനുള്ള പ്രവചനം പരിശുദ്ധ അമ്മയിൽ ഗബ്രിയേൽ മാലാഖ വന്ന് പൂർത്തിയാക്കുന്നു. കർത്താവ് നിന്റെ മധ്യമുണ്ട്, കർത്താവ് നിന്നോട് കൂടുകയുണ്ട്. അപ്പോൾ അമ്മയുടെ ഗ്ലോറി എന്ന് പറയുന്നത് ഈശോയാണ്. അതാണ് നമ്മൾ പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ കാണുന്നത്. ഈ ഗ്ലോറി ഒരേ വാക്കാണ് പരിശുദ്ധ അമ്മയ്ക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഗ്ലോറി എന്താണ്? കർത്താവിൻ്റെ മഹത്വം ഈ ഇറങ്ങിയിരിക്കുന്നു എന്ന് പറയുന്നതിന് ഉപയോഗിക്കുന്ന അതേ വാക്കാണ്. അപ്പോൾ പരിശുദ്ധ അമ്മയുടെ സൂര്യനെ ധരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധ അമ്മയുടെ ഗ്ലോറി എന്താണ്? ഇവിടെ ഈശോയാണ്. ഈശോയുടെ ഗ്ലോറി എന്താണ്? നൗ ഹീ ഈസ് ദ കിങ് ആയിട്ടാണ് ഈശോ ഇപ്പോൾ ഗ്ലോറിഫൈ ചെയ്ത് നിൽക്കുന്നത്. അപ്പം ആ ഗ്ലോറിയിലുള്ള പാർട്ടിസിപ്പേഷൻ എന്ന് പറഞ്ഞാൽ ക്വീൻ ആയിട്ടാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഗ്ലോറിയിൽ പരിശുദ്ധ അമ്മയ്ക്ക് അമ്മയെ പങ്കുചേർക്കുക എന്നുള്ളതാണ് ഈ ഒരു വാക്യത്തിൻ്റെ അർത്ഥമായിട്ട് വരുന്നത്. ഇതാണ് 8ാമത്തെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തായിട്ട് നമ്മൾ 9ാമത്തെ പോയിന്റിലേക്ക് വരികയാണ്. വാക്യം ഇതാണ്: അവളുടെ ശിരസിൽ 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം. എന്താണ് ഈ 12 നക്ഷത്രങ്ങൾ? എന്താണ് ഈ കിരീടം? ഈ വാക്ക് നമ്മൾ എടുക്കുകയാണ്. ഈ കിരീടം എന്നതിന് ഗ്രീക്കിൽ ഉപയോഗിക്കുന്ന വാക്ക് അത് സ്റ്റെഫാനോസ് എന്ന് പറയുന്ന വാക്കാണ്. സ്റ്റെഫാനോസ് എന്ന് പറയുന്ന വാക്കാണ് ഈ കിരീടം എന്നതിന് ഉപയോഗിക്കുന്നത്. ഇത് ആർക്കാണ് ഇതിനു മുമ്പ് ഉപയോഗിച്ചിരിക്കുന്നത്? ഇതിനു മുമ്പ് ഇതിന് ശേഷമല്ല ഇത് ഉപയോഗിച്ചിരിക്കുന്നത്. ഈശോയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദമാണ് ഈ കിരീടം എന്ന് പറയുന്നത്. ഈശോയുടെ രാജ്യത്വത്തിനും അതിൻ്റെ റെയിനിനും വേണ്ടി ഉപയോഗിക്കുന്ന, ആ രാജ്യത്വം തുടരുന്നതിന് വേണ്ടി, ആ രാജ്യത്തെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഈ സ്റ്റെഫാനോസ് എന്ന് പറയുന്ന ഈ പദം. അപ്പോൾ ഈ ഒരു കിരീടം ഇതാ ഈ സ്ത്രീയുടെ ശിരസിൽ വെച്ചിരിക്കുന്നു. 12 നക്ഷത്രമാണുള്ളത്. അപ്പോൾ ഈ സ്റ്റെഫാനോസ് എന്നുള്ള വാക്കിൻ്റെ പദം എന്താണ്? ഇത് റോയൽറ്റിയെ സൂചിപ്പിക്കുന്നു, ഇത് കിരീടത്തെയാണ് സൂചിപ്പിക്കുന്നത്. ശരിക്കും രാജ്യത്വത്തെ സൂചിപ്പിക്കുന്ന പദമാണ് ഈ കിരീടം എന്ന് പറയുന്നത്. ഇപ്പോൾ രാജാവിനാണ് കിരീടം ഉള്ളത്, അതുപോലെ തന്നെ രാജ്ഞിക്കുമാണ് കിരീടം ഉള്ളത്. വേറെ ആർക്കും കിരീടം ഇല്ലല്ലോ, രാജാവിനും രാജ്ഞിക്കുമാണ് കിരീടം ഉള്ളത്. ഇനി രണ്ടാമത്തെ കാര്യം, ഈ 12 നക്ഷത്രം എന്നുകൊണ്ട് സൂചിപ്പിക്കുന്നു. ഈ 12 നക്ഷത്രം കാണുമ്പോൾ എല്ലാവരും അത് വാദിക്കും, ഓക്കെ ഇത് ഇസ്രായേലിനെ സൂചിപ്പിക്കുന്നു. 100% ശരിയാണ്, അത് ഇസ്രായേലിനെയാണ് സൂചിപ്പിക്കുന്നത്. ഈ 12 നക്ഷത്രങ്ങൾ ഇസ്രായേലാണ്. കാരണം എന്താണ്? 12 ട്രൈബുണ്ട്. അതുപോലെ സഭയും കൂടെ സൂചിപ്പിക്കുന്നു. കാരണം 12 അപ്പസ്തോലന്മാരെ ഈശോ തിരഞ്ഞെടുത്തു. അപ്പം ഈ 12 നക്ഷത്രം എന്ന് പറയുന്നത് ഇസ്രായേലിനെ സൂചിപ്പിക്കുന്നു, ഈ സഭയെ സൂചിപ്പിക്കുന്നു. പക്ഷേ ഇതിലെ പ്രശ്നം എന്ന് വെച്ചാൽ 12 നക്ഷത്രം മാത്രമല്ല, ഈ 12 നക്ഷത്രം ഒരു സ്ത്രീയാണ് അണിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ സ്ത്രീ ഇസ്രായേലാണെന്ന് പറഞ്ഞാൽ അതിലൊരു ലോജിക്കൽ പ്രോബ്ലം ഉണ്ട്. ആ ലോജിക്കൽ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, you cannot make yourself a crown and wear it on yourself. മനസ്സിലായോ? നിനക്ക് നിന്നെ തന്നെ ഒരു കിരീടമാക്കി നിനക്ക് നിൻ്റെ മേലെ അണിയാൻ പറ്റില്ല. ഒരു കിരീടം അണിയുന്നത് എന്തിനാണ്? ഒരു കിരീടം ഒരാൾ അണിയുമ്പം അത് എന്തിനേലും റെപ്രസെൻ്റ് ചെയ്തുകൊണ്ടാണ് അണിയുന്നത്. നമ്മുടെ ഇംഗ്ലണ്ടിലെ രാജാവിൻ്റെ രാജ്ഞിയുടെയും ഉദാഹരണം വെച്ച് പറയാം. ഇംഗ്ലണ്ടിലെ രാജ്ഞി അവിടെ ഒരു കിരീടം അണിഞ്ഞ് നിൽക്കുമ്പം, ഇംഗ്ലണ്ടിൻ്റെ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ സിമ്പലുള്ള കിരീടം അണിഞ്ഞ് നിൽക്കുമ്പം അതിൻ്റെ അർത്ഥം ഇംഗ്ലണ്ട് എന്ന് പറയുന്ന രാജ്യമാണ് രാജ്ഞി എന്നല്ല അതിൻ്റെ അർത്ഥം. ഈ രാജ്ഞി ഇപ്പം ആരാണോ, എലിസബത്താണോ ആരാണോ, ആ ആളാണ് രാജ്ഞിയായിട്ടുള്ളത്. ആ ആള് അണിയുന്നത് എന്താണ്? സിംബോളിക്കലി ഈ രാജ്യത്തിൻ്റെ കിരീടമാണ്. അതുപോലെ ഈ 12 നക്ഷത്രം ഇസ്രായേലിനെയാണ് പ്രതിദാനം ചെയ്യുന്നതെങ്കിൽ ഒരു സ്ത്രീ വേണം, ഒരു രാജ്ഞി വേണം ഈ രാജ്യത്തെ പ്രതിദാനം ചെയ്ത് ഈ കിരീടം അണിയാനായിട്ട്. അല്ലാണ്ട് ഈ രാജ്യത്തിന് രാജ്ഞിയായിട്ടിരിക്കാൻ പറ്റില്ല. ഈ രാജ്യത്തിന് രാജ്ഞിയായിട്ടിരിക്കുകയും അതേസമയം കിരീടം വെക്കാനും പറ്റില്ല. അതെങ്ങനെ പറ്റുന്നത്? അത് എന്തൊരു ലോജിക്കൽ പ്രോബ്ലം ആണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ. സോ ദെയർ മസ്റ്റ് ബി എ പേഴ്സൺ ടു വെയർ ദ ക്രൗൺ. സ്റ്റെഫാനസ് ഈ ഒരു ക്രൗൺ വെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ധരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പേഴ്സൺ വേണം. ഓഫ് കോഴ്സ് ഇത് 12 നക്ഷത്രം ഇസ്രായേലിനെയാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ, ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെയാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ ഓഫ് കോഴ്സ് ഇറ്റ് മസ്റ്റ് ബി ദ മദർ ഓഫ് ദ കിങ്. 12 നക്ഷത്രം അത് ഇസ്രായേലിനെയാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ ഒരു സംശയവും വേണ്ട, ഇത് രാജാവിൻ്റെ അമ്മയാണ് സൂചിപ്പിക്കുന്നത്. അത് പരിശുദ്ധ കന്യക പറയാണ്. കാരണം അത് ഇസ്രായേലിൽ നിന്നാണ് ഈശോ വന്നതെന്ന് പറഞ്ഞാലും ഇസ്രായേൽ കനോട്ട് വെയർ ദ ക്രൗൺ. കാരണം ഇവിടെ ക്രൗണും ഉണ്ട്, ക്രൗൺ വെയർ ചെയ്യുന്ന ധരിക്കുന്ന ഒരാളും ഉണ്ട്. രണ്ടും രണ്ടാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കി, രണ്ടും രണ്ടാണ്. ഇനി ഹിസ്റ്ററിയിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം കിടപ്പുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ,
യൂണിഫൈഡ് കിങ്ഡം ഏറ്റവും ആദ്യം ഭരിക്കുന്നത് സാവൂളാണ്. സാവൂളിൻ്റെ സമയത്ത് 2 ട്രൈബേ ഉള്ളൂ, ബെഞ്ചമിനും യൂദയും മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ടാണ് ദാവീദ് വരുന്നത്. ദാവീദ് വരുമ്പോഴാണ് പിന്നീട് ഈ കിങ്ഡത്തെ യൂണിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഡേവിഡ് കിങ്ഡമാണ് ദ ഫസ്റ്റ് യൂണിഫൈഡ് കിങ്ഡം എന്ന് പറയുന്നത്. അപ്പോൾ ദാവീദിന് മുഴുവൻ കാലഘട്ടത്തിൽ യൂണിഫൈഡ് കിങ് ആയിട്ട് ഇരിക്കാനായിട്ട് പറ്റിയില്ല. അതിനുശേഷം ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ സോളമൻ മാത്രമാണ് യൂണിഫൈഡ് കിങ്ഡത്തിൻ്റെ കിങ് ആയിട്ട് ഇരുന്നിട്ടുള്ളൂ. അതായത് ഈ 12 നക്ഷത്രങ്ങളും ഈ ശിരസിൽ വെച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഈ 12 നക്ഷത്രങ്ങളെയും ഒരുമിച്ച് കൂട്ടിയുള്ള ഒരു രാജാവായിട്ട് ഇരുന്നിട്ടുള്ളത് ഈ സോളമൻ മാത്രമേ ഉള്ളൂ. രാജ്ഞിയായിട്ട് ഇരുന്നിട്ടുള്ളത് ആര് മാത്രമേ ഉള്ളൂ? ബത്ശേബ മാത്രമേ ഉള്ളൂ. പിന്നീട് സോളമൻ മരിച്ച ഉടനെ ഈ രാജ്യം വിഭജിക്കപ്പെട്ടു. പിന്നീട് 12 നക്ഷത്രമില്ല, പിന്നെ 10 നക്ഷത്രം ഒരു സൈഡിലും 2 നക്ഷത്രം വേറൊരു സൈഡിലുമാണുള്ളത്. ഈ പ്രവചനത്തിൽ ലൂക്കായുടെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിൽ പരിശുദ്ധ അമ്മയുടെ അടുത്തെന്ന് പറയുമ്പോൾ യാക്കോബിൻ്റെ ഭവനം എന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ ഈ 12 നക്ഷത്രങ്ങളെയാണ് ശരിക്കും സൂചിപ്പിക്കുന്നത്. അപ്പോൾ ബേർഷബയും സോളമനും കഴിഞ്ഞാൽ പിന്നെ ആരും ഈ 12 നക്ഷത്രം ധരിച്ചിട്ടില്ല. പിന്നെ ആരും യൂണിഫൈഡ് കിങ്ഡത്തിൻ്റെ ക്വീനായി ഇരുന്നിട്ടില്ല, യൂണിഫൈഡ് കിങ്ഡത്തിൻ്റെ കിങ്ങായി ഇരുന്നിട്ടില്ല. അത് പിന്നെ പൂർത്തിയാവുന്നത് എവിടെയാണ്? അത് ഈശോയിലാണ് പൂർത്തിയാവുന്നത്. ഈ യൂണിഫൈഡ് കിങ്ഡം, ഈ 12 അപ്പസ്തോലന്മാരെ ഈശോ തിരഞ്ഞെടുത്തു. എല്ലാവരും ഈശോ മെസ്സിയ വന്ന് ഒരുമിച്ച് കൂട്ടിയിട്ട് രാജാവായിട്ട് വാഴുന്നു. അപ്പം ബേർഷബ കഴിഞ്ഞാൽ പിന്നെ 2-ാമത്തെ ബേർഷബയായിട്ട് ആര് വരുന്നു? ഇതാ ക്വീനായിട്ട് പരിശുദ്ധ അമ്മ വരുന്നു. സോളമൻ കഴിഞ്ഞാൽ ദാവീദിൻ്റെ പുത്രനായിട്ട് ആര് വരുന്നു? ഈശോ വരുന്നു. സോളമൻ്റെ സമയത്താണ് യൂണിഫൈഡ് കിങ്ഡം. അന്നേരമാണ് ശരിക്കും ഈ രാജ്ഞി പദത്തിന് വേണ്ടിയുള്ള ഈ ഒരു ചെയർ ഉണ്ടാകുന്നത്. അതിനുശേഷം യൂണിഫൈഡ് കിങ്ഡം ഇല്ല. പിന്നെ ഇപ്പോഴാണ് യൂണിഫൈഡ് കിങ്ഡം വരുന്നത്. ഇവിടെ ഈ ഒരു രാജ്ഞി വീണ്ടും വന്നിരിക്കുന്നു. ബത്ശേബയ്ക്ക് ശേഷം എന്നും നിലനിൽക്കുന്ന രാജ്യത്തിൻ്റെ പ്രതീകമായിട്ട് ഈ സ്ത്രീ വന്നിരിക്കുന്നു. ഈ സ്ത്രീ തീർച്ചയായിട്ടും ഈശോയുടെ അമ്മയാണ്. ഈശോയുടെ അമ്മ മറിയമാണ്. ഈശോയുടെ അമ്മ മറിയവും ആ ഈശോ രാജാവുമാണെങ്കിൽ തീർച്ചയായിട്ടും ആ മറിയം രാജ്ഞിയുമാണ്, യൂണിഫൈഡ് കിങ്ഡത്തിൻ്റെ രാജ്ഞിയാണ്. അത് സൂചിപ്പിക്കാനാണ് ഈ 12 നക്ഷത്രങ്ങൾ ഇപ്പോൾ ഇവിടെ നൽകിയിരിക്കുന്നത്. ഇനി നമ്മൾ 10-ാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റിലേക്ക് വരികയാണ്. ഇപ്പോൾ ഇത്രയും നേരം നമ്മൾ 9 കാര്യങ്ങൾ പറഞ്ഞു. ആടുമേറിയ വിശുദ്ധ ഗ്രന്ഥ വ്യാഖ്യാനങ്ങൾ അച്ഛൻ നിങ്ങൾക്ക് പകർന്നു നൽകി. ഇതിനി കാര്യമായിട്ടൊന്നും തന്നെ മനസ്സിലായിട്ടില്ലെങ്കിലും നമ്മുടെ അനുദിന ജീവിതത്തിൽ ഏറ്റവും ബേസിക് കോൺടെക്സ്റ്റാണ് അച്ഛൻ ഇപ്പോൾ ഈ 10-ാമത്തെ കാര്യം പറയാനായിട്ട് പോകുന്നത്. വിശുദ്ധ ഗ്രന്ഥത്തിലെ ഒരു പ്രധാനപ്പെട്ട കൽപ്പനയാണ് മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക. പുറപ്പാടിൻ്റെ പുസ്തകം 20-ാമത്തെ അധ്യായത്തിൽ നമുക്കത് കാണുന്നുണ്ട്. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന പദം കബാദ് എന്ന് പറയുന്ന പദമാണ്. കബാദ് എന്ന് പറയുന്ന ഈ പദമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുക, അല്ലെ അനുസരിക്കുക എന്ന അത്രേ വരുന്നുള്ളൂ, അല്ലെ ഓണർ യുവർ ഫാദർ ആൻഡ് മദർ, അത്രേ ഉള്ളൂ. പക്ഷേ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇതിനുവേണ്ടി ഉപയോഗിക്കുന്ന കബാദ് എന്ന് പറയുന്ന പദമാണ്. ഇതിൻ്റെ റൂട്ട് ഏതാണെന്നറിയോ? കബോദ് എന്ന് പറയുന്നതാണ്. കബോദ് എന്ന് പറയുന്നത് എന്തിനു ഉപയോഗിക്കുന്ന അറിയോ? ദൈവത്തിൻ്റെ ഗ്ലോറി ഇറങ്ങി വരുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നൊരു പദമാണിത്. അതായത് ഗ്ലോറിഫൈ എന്നാണ് ശരിക്കും അതിൻ്റെ റൂട്ട് മീനിങ്ങിൻ്റെ അർത്ഥം. ഗ്ലോറിഫൈ യുവർ മദർ, അതാണ് ശരിക്കും ഈ ഒരു വാക്കിൻ്റെ അർത്ഥം, ഈ കബോദ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ലിംഗ്വിസ്റ്റിക് അനാലിസിസ്. ഇനി ഇതിൻ്റെ രണ്ടാമത്തെ ഇത് ഈശോയായിട്ട് ബന്ധപ്പെട്ട് പറയാം. ഈശോയെക്കുറിച്ച് പറയുന്നത് എന്താണ്? ഈശോ വന്നിരിക്കുന്നത് എന്താണ്? നിയമമെല്ലാം പൂർത്തിയാക്കാൻ, നിയമവും പ്രവചനവും അസാധുവാക്കാനല്ല, അത് പൂർത്തിയാക്കാനാണ് വന്നിരിക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ഈശോ ശരിക്കും ഈ കൽപ്പന അങ്ങനെ അനുസരിക്കുകയാണെങ്കിൽ ഹി മസ്റ്റ് ഒബേ ഇറ്റ് ഇൻ ഇറ്റ്സ് ഫുള്ളസ്റ്റ് വേ. ഏറ്റവും നല്ല രീതിയിലായിരിക്കണം ഈശോ ഇത് പൂർത്തിയാക്കേണ്ടത്. ഈശോയാണ് എന്നതിൻ്റെ പേരിൽ ഈശോ പാപം ചെയ്തിട്ടില്ല. ഇപ്പോൾ ഈശോ ആണെന്നതിൻ്റെ പേരിൽ ഈശോ ഒരിക്കലും അമ്മേനെ നിന്ദിക്കാനോ അമ്മേനെ ബഹുമാനിക്കാതിരിക്കാനോ പറ്റില്ല, അമ്മയെ മഹത്വപ്പെടുത്താതിരിക്കാൻ പറ്റില്ല. അതാണ് വാക്ക് ഗ്ലോറിഫൈ, മഹത്വപ്പെടുത്താതിരിക്കാനായിട്ട് പറ്റില്ല. ഇനി മൂന്നാമത്തെ കാര്യം ഇതാണ്, എല്ലാ ഗ്ലോറിഫിക്കേഷനും ഒരു പ്രൊപ്പോർഷനേറ്റ് ലോജിക്കുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു സാധാരണ ജോലി ചെയ്യുന്നൊരു ആളാണെന്ന് വിചാരിച്ചോ, അവൻ ഇത്രയൊക്കെ വരുമാനം കിട്ടുന്നുള്ളൂ. അപ്പോൾ അവനൊരു അമ്മയുണ്ട്. അവൻ എങ്ങനെയായിരിക്കും അവൻ്റെ അമ്മേനെ ഗ്ലോറിഫൈ ചെയ്യേണ്ടത്? അവൻ്റെ ജോലിക്കും അവൻ്റെ പൊസിഷനും അനുസരിച്ചായിരിക്കും. അതേസമയം ഒരാൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്, അല്ലെ വലിയ ഒരു ജോലിയാണ്, വലിയൊരു ഇതായിട്ട് മാറി. അപ്പം അങ്ങനെ വരുമ്പോൾ അവൻ്റെ അമ്മേനെ അവനൊരു കുടിലിൽ താമസിപ്പിക്കുമോ? അല്ലെ അമ്മയ്ക്ക് ഒന്നും മേടിച്ചു കൊടുക്കാതെ അമ്മേനെ അങ്ങനെ മാറ്റി നിർത്തുമോ? ഇല്ല. അവൻ്റെ പൊസിഷനനുസരിച്ചാണ് ശരിക്കും അമ്മമാരുടെ ഗ്ലോറി. അപ്പം ശരിക്കും നമ്മുടെ ഒരു നോർമൽ ലോജിക്ക് തന്നെ അല്ലെ എങ്ങനെയായിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബിബ്ലിക്കലി എങ്ങനെയായിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മക്കളുടെ പൊസിഷൻ എന്താണോ അതിനനുസരിച്ചാണ് അമ്മമാരുടെ ഗ്ലോറി വരേണ്ടത്. ഇതേ കാര്യം ഒന്ന് ഈശോയിലേക്ക് അപ്ലൈ ചെയ്തേ. ഇഫ് ജീസസ് ഈസ് ദ കിങ് ആൻഡ് ഇഫ് ഹി ഹാസ് ഫുൾഫിൽഡ് ഓൾ ദ ലോ ആൻഡ് പ്രോഫറ്റ്, ഈശോ രാജാവാണ്, ഈശോ നിയമത്തെയും പ്രവചനങ്ങളെയും പൂർത്തിയാക്കിയെങ്കിൽ തീർച്ചയായിട്ടും ഈശോയുടെ രാജ്യത്വത്തിനനുസരിച്ച് അമ്മേനെ ഗ്ലോറിഫൈ ചെയ്യുന്നത് ബിബ്ലിക്കലി എങ്ങനെയാണ്? ബിബ്ലിക്കലി അത് ഗ്ലോറിഫൈ ചെയ്യേണ്ടത് അമ്മേനെ ക്വീൻ ആക്കിക്കൊണ്ടാണ്. അല്ലാണ്ട് വേറെ ഒരു പോസിബിലിറ്റി അവിടെ ഇല്ല. ഈശോയ്ക്ക് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റിയല്ല. ദിസ് ഈസ് എ ബിബ്ലിക്കൽ ലോജിക്കൽ നെസസിറ്റിയാണത്. ഇത് നമുക്ക് ഈശോയ്ക്ക് ഇതിൽ നിന്ന് മാറാൻ പറ്റിയല്ല. കാരണം ദാറ്റ്സ് ഹൗ ദ കിങ്ഡം ഓഫ് ഇസ്രായേൽ വാസ് എസ്റ്റാബ്ലിഷ്ഡ്. ദാറ്റ്സ് ഹൗ ദ ഫോർത്ത് കമാൻഡ്മെൻറ്റ് ഈസ് സെഡ്, ഈസ് കമാൻഡഡ്. അങ്ങനെയാണ് 4ാമത്തെ കമാൻഡ്മെൻറ്റ് പഠിപ്പിക്കുന്നതും. അങ്ങനെയാണ് ഈ രാജ്യത്വത്തിൻ്റെ നിയമവും, ഡേവിഡ് കിങ്ഡത്തിൻ്റെ നിയമവും അതാണ്. നിങ്ങൾ ഇങ്ങനെ കൂടെ ചിന്തിച്ചേ, സോളമൻ എന്ന് പറയുന്ന ഒരു സാധാരണ മനുഷ്യൻ, അവൻ ത്രോണിലേക്ക് വന്നപ്പോൾ തന്നെ അവൻ എന്ത് ചെയ്തു? അവൻ്റെ അമ്മേനെ സിംഹാസനം എടുത്തിരുത്തി. അപ്പം അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇതാ സോളമനേക്കാൾ വലിയവൻ, ഈശോ സോളമനേക്കാൾ വലിയവനാണെങ്കിൽ ഈശോയുടെ സിംഹാസനം സോളമനേക്കാൾ വലിയതാണ്. അപ്പോൾ ഈശോയുടെ ജസ്റ്റിസോ സോളമനേക്കാൾ വലിയ ജസ്റ്റിസാണ്. അപ്പോൾ സോളമൻ ഉണ്ടാക്കി ഒരു സിംഹാസനം ഒരിക്കൽ അമ്മയെ ഇരുത്തിയെങ്കിൽ അതിലും എത്രയോ ശ്രേഷ്ഠമായിട്ട് ഈശോ എന്ത് ചെയ്യും? സ്വന്തം അമ്മയെ ഇരുത്തും. അതൊരു ബേസിക് ലോജിക്കല്ലേ?
അതൊരു ബേസിക് ലോജിക്കാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ബാക്കിയുള്ള 9 പോയിന്റുകൾ നമ്മൾ വിട്ടാൽ ഈ ഒരു കാര്യം മാത്രം ഓർത്താൽ മതി. അതായത് ഗ്ലോറിഫൈ എന്നുള്ളതാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഗ്ലോറിഫൈ ചെയ്യുകയാണെങ്കിൽ ഈശോ നിയമവും പ്രവചനവും പൂർത്തിയാക്കിയതാണ്. അപ്പോൾ ഈശോ എന്ത് ചെയ്യണം? അത് ഏറ്റവും നല്ലത് പൂർത്തിയാക്കണം. അപ്പോൾ ഈശോ കിങ് ആയതുകൊണ്ട് ഈശോയ്ക്ക് അതിൽ കുറഞ്ഞ തരത്തിൽ അമ്മേനെ ഗ്ലോറിഫൈ ചെയ്യാനായിട്ട് പറ്റിയല്ല അത്. അതുകൊണ്ടാണ് പറയുന്നത് അമ്മ രാജ്ഞിയാണെന്ന് പറയുന്നത്. അപ്പോൾ സ്നേഹമുള്ളവരെ, ഇതാണ് പരിശുദ്ധ അമ്മ രാജ്ഞിയാണെന്ന് പറയുന്നതിനുള്ള 10 റീസൺസ്. ഇതിൻ്റെ പ്രായോഗികമായിട്ടുള്ള ചില ഇംപ്ലിക്കേഷൻസും കൂടെ അച്ഛൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം, സോളമൻ ബത്ശബയെ രാജ്ഞിയായിട്ട് വെച്ചപ്പം ആദ്യം ചെയ്തത് എന്താണ്? പവർ ഓഫ് ഇൻറ്റർസെഷനാണ്. സോളമൻ്റെ അടുത്ത് മാധ്യസ്ഥം വഹിക്കാനുള്ള അധികാരമാണ് കിട്ടിയത്. തീർച്ചയായിട്ടും ബത്ശബ നടത്തിയ ആദ്യത്തെ മധ്യസ്ഥ പ്രാർത്ഥന വിലപ്പോയില്ല. കാരണം എന്താ വെച്ചാൽ പൊളിറ്റിക്കൽ റീസൺസ് ഉണ്ടായിരുന്നു. അപ്പോൾ സോളമൻ ചെയ്ത എല്ലാ കാര്യങ്ങളും നല്ലതല്ലല്ലോ, അത് നമുക്ക് അറിയാം. പക്ഷേ ആ ഒരു സീറ്റ് നിലനിൽക്കുന്നുണ്ട്. അതായത് ആ ഒരു പൊസിഷൻ, അമ്മയുടെ പൊസിഷൻ എന്താണ്? രാജ്ഞിയുടെ പൊസിഷനാണ്. അത് എന്തിനു വേണ്ടിയുള്ള പൊസിഷനാണ്? മധ്യസ്ഥം വഹിക്കാനുള്ള പൊസിഷനാണ്. മധ്യസ്ഥം എന്ന് പറയുമ്പം മീഡിയേറ്റർ, ഇൻ്റർസെഷൻ രണ്ടാണ്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. മീഡിയേറ്റർ എന്ന് പറയുന്നത് വി ഹാവ് ഓൺലി വൺ മീഡിയേറ്റർ. ലോകത്തിനും ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് മധ്യസ്ഥനായിട്ട് ഒരുവൻ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇൻ്റർസെഷൻ വേറെയാണ്. കാര്യങ്ങൾ നമുക്ക് മറ്റൊരാൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്ന അതിനെ സൂചിപ്പിക്കാനാണ് ഇൻ്റർസെഷൻ എന്നുള്ള പദം ഉപയോഗിക്കുന്നത്. അപ്പോൾ പരിശുദ്ധ അമ്മ നമ്മളുടെ മധ്യസ്ഥയാണെന്ന് പറയുമ്പം അമ്മ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്നവളാണെന്നുള്ളതാണ്. അല്ലാണ്ട് അമ്മ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള മധ്യസ്ഥയാണെന്നുള്ളതല്ല. അത് ഈശോ മാത്രമേ ഉള്ളൂ. അത് ഒരു തെറ്റിദ്ധാരണയാണ് അല്ലാത്ത രീതിയിൽ മറ്റ് സഭാവിഭാഗങ്ങൾ ചിന്തിക്കുന്നത്. അപ്പോൾ പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കാനുള്ള ഒരു റൈറ്റ് ഈ ഒരു പൊസിഷനിലുണ്ട്. ഷീ ഈസ് ദ ക്വീൻ ബിക്കോസ് ഷീ ക്യാൻ ഇൻ്റർസീഡ് ഫോർ അസ്. അപ്പോൾ നമ്മൾ ഈ 10 പോയിന്റോട് അമ്മ ക്വീനാണെന്ന് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തു, ബൈബിളിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത് യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അമ്മയ്ക്ക് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കാനായിട്ട് പറ്റും. ഇനി അമ്മ രാജ്ഞിയാണെങ്കിൽ അതിൻ്റെ രണ്ടാമത്തെ ഇംപ്ലിക്കേഷൻ, രാജ്ഞിമാർ ചെയ്യുന്ന 1-2 കാര്യങ്ങളുണ്ട്. ഒന്ന് നമ്മൾ കാണുന്നത് ശരിക്കും സുഭാഷിതങ്ങളുടെ പുസ്തകം 31:16 തൊട്ടുള്ള വാക്യത്തിലാണ്. എന്താണ്? ഇൻസ്ട്രക്ഷൻസ് നൽകുക എന്നുള്ളതാണ്. ഇൻസ്ട്രക്ഷൻസ് നൽകുക. പരിശുദ്ധ അമ്മ നമ്മുടെ രാജ്ഞിയായിട്ട് അമ്മ രാജ്ഞിയായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് വേണ്ടി അമ്മ എന്ത് ചെയ്യും? നമുക്ക് ഇൻസ്ട്രക്ഷൻസ് നൽകും. എന്ത് ഇൻസ്ട്രക്ഷനാണ്? എങ്ങനെയാണ് ഈശോയെ സ്നേഹിച്ച് ജീവിക്കേണ്ടത്, എങ്ങനെയാണ് നല്ല രീതിയിൽ മുമ്പോട്ട് പോകേണ്ടത്, എങ്ങനെയാണ് വിശുദ്ധ ഗ്രന്ഥം ധ്യാനിക്കേണ്ടത്, എങ്ങനെയാണ് വചനം കേട്ടത് ഹൃദയത്തിൽ സംഗ്രഹിച്ച് ബലം ഉളവാക്കേണ്ടത്, ആ ഒരു ഇൻസ്ട്രക്ഷൻ നമുക്ക് അമ്മ നൽകും. അതുകൊണ്ടാണ് ഓരോ ജപമാലയിൽ പ്രാർത്ഥിക്കുമ്പോഴും ഓരോ പ്രാവശ്യം നമ്മൾ അമ്മയുടെ അടുത്ത് വരുമ്പോഴും നമുക്ക് ഈശോയോടുള്ള സ്നേഹം കൂടുകയല്ലേ ചെയ്യുന്നത്. ഒരിക്കലും ഈശോയുടെ സ്നേഹം കുറയുന്നില്ലല്ലോ. നമ്മൾ വിശുദ്ധിയിൽ വളരുകയല്ലേ ചെയ്യുന്നത്. ഈശോയിലേക്ക് കൂടുതൽ നമ്മൾ അടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അമ്മ അതിനുള്ള ഇൻസ്ട്രക്ഷൻ നമുക്ക് നൽകുന്നതാണ്. മൂന്നാമത്തെ കാര്യം ഒരു ചരിത്രപരമായ വസ്തുതയാണ്. എന്തുകൊണ്ടാണ് ഈ ഒരു സീറ്റ് ശരിക്കും ദൈവം എസ്റ്റാബ്ലിഷ് ചെയ്തത്? അതിനൊരു കാരണമുണ്ട്. ഇസ്രായേൽ രാജാക്കന്മാരെല്ലാം ബഹുഭാര്യത്വമുള്ളവരായിരുന്നു. ഒത്തിരി ഭാര്യമാരുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഐഡോലേറ്ററിയിലേക്ക്, വിഗ്രഹാരാധനയിലേക്ക് ഇസ്രായേൽ രാജാക്കന്മാർ പോകുമായിരുന്നു. ഇസ്രായേൽ രാജാക്കന്മാർ വിഗ്രഹാരാധനയിലേക്ക് പോകാതിരിക്കുന്നതിന് അവരെ തടഞ്ഞത് ശരിക്കും അവരുടെ അമ്മയാണ്. അവരുടെ അമ്മമാരാണ് ഇസ്രായേൽ രാജാക്കന്മാർ വിഗ്രഹാരാധനയിലേക്ക് പോകാതിരിക്കാനായിട്ട് തടഞ്ഞത്. അപ്പോൾ ഇങ്ങനെ ഒരു സീറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുകയായിട്ട് ഏക സത്യത വിശ്വാസത്തിൽ ഉറപ്പിച്ച് നിർത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ പരിശുദ്ധ അമ്മ രാജ്ഞിയായിട്ട് നമുക്ക് കിട്ടുമ്പം അത് ഏറ്റവും വലിയത് വെച്ചാൽ നമ്മൾ ഈ ലോകത്തിൻ്റെ പാപത്തിലേക്ക് മറ്റു വഴിയിലേക്ക് പോകാതെ ഈശോയാകുന്ന ആ ഏക സത്യ ദൈവ വിശ്വാസത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കുന്നതിന് വേണ്ടിയിട്ടാണ് ദൈവം അമ്മേനെ രാജ്ഞിയാക്കിയിരിക്കുന്നത്. അപ്പം അമ്മ നമുക്കൊരു ഉറപ്പാണ്, അത് ഉറച്ചു നിൽക്കുകയാണ്. ഇനി ഇതിൻ്റെ നാലാമത്തെ ഇംപ്ലിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈശോ രാജാവാണെങ്കിൽ അമ്മ രാജ്ഞിയാണ്. അപ്പം ബഹുമാനം അർഹിക്കുന്നുണ്ട് അമ്മ, അതിനൊരു സംശയമില്ല. അമ്മയുടെ സ്ഥാനത്തിനനുസരിച്ചുള്ള ബഹുമാനം കൊടുക്കണം. അമ്മയ്ക്ക് ഈശോ നൽകിയിരിക്കുന്ന ഒരു സ്ഥാനമാണ്. നിങ്ങളെ സ്വീകരിക്കുന്നതിന് എന്നെ സ്വീകരിക്കുന്ന അപ്പസ്തോലന്മാരെ കുറിച്ച് ഈശോ പറയുന്നുണ്ട്. കാരണം 12 സ്ഥാനം അവർക്ക് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിലും വലിയ സ്ഥാനം അമ്മയ്ക്ക് ഈശോ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സ്ഥാനം സ്വീകരിക്കാനും ആ ഒരു സ്ഥാനം അമ്മ രാജ്ഞിയാണെന്ന് അംഗീകരിക്കാനുള്ള ഒരു ഹ്യൂമിലിറ്റി, ആ ഒരു ഓണർ, ആ ഒരു ബഹുമാനം കൊടുക്കാനായിട്ട് നമുക്ക് പറ്റണം. ഈ ഭൂമിയിലെ രാജാക്കന്മാർക്കും ഈ ഭൂമിയിലെ ആൾക്കാർക്കും നമ്മൾ ബഹുമാനവും ആദരവും കൊടുക്കുമല്ലോ. അങ്ങനെയാണെങ്കിൽ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായിട്ട് പരിശുദ്ധ അമ്മേനെ ദൈവം മാറ്റിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ആദരം കൊടുക്കണം. ഗബ്രിയേൽ മാലാഖ ഈ ഒരു ആദരം കൊടുത്തു. അതാണ് ഞാൻ പറഞ്ഞത്. ആ ഹെയിൽ എന്ന് വന്ന് പറയുമ്പം അത് ആദരവോടുകൂടിയാണ് നിൽക്കുന്നത്. സക്രിയയുടെ മുമ്പിൽ നിന്ന പോലെയല്ല, ദാനിയേൽ പ്രവാചകൻ്റെ മുമ്പിൽ നിന്ന പോലെയല്ല, പാത്മോസ് ദ്വീപിൽ വെച്ച് യോഹന്നാൻ്റെ മുമ്പിൽ നിൽക്കുന്ന പോലെയല്ല മാലാഖമാർ നിൽക്കുന്നത്. മറിച്ച് അമ്മയുടെ മുമ്പിൽ ആദരവോടുകൂടിയാണ്, ഹെയിൽ എന്ന് പറഞ്ഞ് ആദരവോടുകൂടിയാണ് നിൽക്കുന്നത്. അപ്പോൾ സ്നേഹമുള്ളവർ, ഇത്രയും നേരം അച്ഛൻ പറഞ്ഞത് ഒത്തിരി സമയമുള്ള വലിയ വീഡിയോ ആണെന്ന് അച്ഛൻ അറിയാം. ഇത് മുഴുവൻ നിങ്ങൾ കണ്ടു തീർത്തിട്ടുണ്ടെങ്കിൽ ഇത്രയും നേരം അച്ഛൻ പറഞ്ഞ ഇതാണ്: പരിശുദ്ധ അമ്മ രാജ്ഞിയാണ്, സ്വർഗത്തിൻ്റെ ഭൂമിയുടെ രാജ്ഞിയാണ്. അതിൻ്റെ വിശുദ്ധ അടിസ്ഥാനമാണ് അച്ഛൻ നിങ്ങൾക്ക് പകർന്നു നൽകിയത്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ആഴമായിട്ട് ധ്യാനിക്കുക, ഇതിൻ്റെ ചിന്തകളെല്ലാം മനസ്സിൽ സൂക്ഷിക്കുക. എന്നിട്ട് നമുക്ക് കൂടുതൽ സ്നേഹത്തോടെ, പ്രാർത്ഥനയോടെ ദൈവസ്നേഹത്തിൽ ആഴപ്പെട്ട് മുമ്പോട്ട് പോകാം. പരിശുദ്ധ അമ്മയെ നമുക്ക് ബഹുമാനിക്കാം. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.